ലൂക്കോസ് സുവിശേഷം 22 അധ്യായം അതിൻ്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 22 അധ്യായം 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഇത്രയും പേര് എത്തിയല്ലോ. നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി ശക്തിയായി വായിക്കാം. പിന്നെ അവൻ പതിവ് പോലെ ഒലിമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. നാം കേൾക്കുന്ന ഈ ചെറിയ ബൈബിൾ സ്റ്റഡിയുടെ തലക്കെട്ട് ഇതാണ്: പ്രാർത്ഥനാ നേരം. പ്രാർത്ഥനാ നേരം. ഇന്നും നാളെയുമായി 4 സെഷൻ, 6 സെഷനായി. രാവിലെ, ഉച്ചയ്ക്ക് ശേഷം, വൈകിട്ട്, അങ്ങനെ ഒരു ദിവസം 3 സെഷൻ നമുക്കുണ്ട്. 2 ദിവസങ്ങളാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം മുട്ടുമടക്കിയിരിക്കുന്നത്. സോ ടോട്ടലി നമുക്ക് 6 സെഷനുണ്ട്. ഇത് സ്തോത്രം ഒരു പ്രാർത്ഥനയുടെ മണിക്കൂറുകളായതുകൊണ്ട് പ്രാർത്ഥനാ നേരം എന്ന തലക്കെട്ടിൽ നിന്നാണ് ദൈവകൃപയാൽ നാം കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കരങ്ങളെ ഉയർത്തിയാടെ. ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ 2 കാര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു സ്ഥലമുണ്ടായിരിക്കും. 2, പ്രാർത്ഥിക്കാൻ ഒരു സമയം നിങ്ങൾക്കുണ്ടായിരിക്കും. അത് എത്ര ഹൗസ് വാമിംഗ് ആയാലും, എത്ര സ്തോത്രം അത്യാവശ്യമായാലും, വിവാഹങ്ങളായാലും, മറ്റ് അപ്പോയിൻമെൻറ്റുകളായാലും, സ്തോത്രം മോസ്റ്റ് ഓഫ് ദ ടൈം അവോയ്ഡ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. സ്തോത്രം. സോ പ്രാർത്ഥന നേരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് സ്തോത്രം, യേശു കർത്താവിനെ നോക്കിയാലും മറ്റ് ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാലും അവർ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒരു നേരം ഉണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, പലപ്പോഴും അനുകൂല സമയത്ത് മാത്രമല്ല അവർ പ്രാർത്ഥിച്ചത്, പക്ഷേ പ്രതികൂല സമയത്തും പ്രതിസന്ധികളിലും അവർ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഹല്ലേലൂയ പറയുവാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവർക്കും വളരെ ഉത്സാഹമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, പല സമയത്തും നമ്മുടെ പ്രതിസന്ധികളിലാണ് നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ഗ്രിപ്പുള്ളവരാണ്, എത്രത്തോളം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിയുന്നത്. സ്തോത്രം. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴേക്കും 100 കണക്കിന് മരങ്ങൾ അത് ഒലിച്ചുപോയ സ്ഥാനത്ത് നല്ല തടിയോടുകൂടെ വലിയൊരു വൃക്ഷം ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ബാക്കിയുള്ള ഇടതും വലതും ഉള്ളതായ ധാരാളം വൃക്ഷങ്ങൾ ആ വെള്ളപ്പൊക്കത്തിൽ വെച്ച് ഒലിച്ചു പോയപ്പോഴും ഒരേ ഒരു വൃക്ഷം മാത്രം തലയെടുപ്പോടുകൂടെ ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ബുദ്ധിയുള്ളവർക്ക് പറവാൻ കഴിയും, കാണുന്ന മണ്ഡലത്തിൽ മണ്ണിൻ്റെ പുറത്ത് ഇത്രയും ശിഖരങ്ങൾ ഉള്ളതുപോലെ തന്നെ കാണാത്ത മണ്ഡലത്തിലും അതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഉറച്ചത് കൊണ്ടാണ് വെള്ളപ്പൊക്കം വന്നു, വെള്ളപ്പൊക്കം പോയി, പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. വെള്ളപ്പൊക്കം വന്നു, വെള്ളപ്പൊക്കം പോയി, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നോക്കി ആ സാക്ഷ്യം ഞാൻ കേൾപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വെല്ലുവിളികൾ വന്നു, വെല്ലുവിളികൾ പോയി, പ്രശ്നങ്ങൾ വന്നു, പ്രശ്നങ്ങൾ പോയി, പോരാട്ടങ്ങൾ വന്നു, പോരാട്ടങ്ങൾ പോയി, ബട്ട് സ്റ്റിൽ ഐ ആം ഹിയർ. അത് വെളിപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഏറ്റവും അധികമായി സ്തോത്രം ബലപ്പെട്ടിരിക്കേണ്ടത്. ഏറ്റവും അധികമായി ബലപ്പെടേണ്ടത് നിൻ്റെ പ്രസംഗമല്ല, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ അല്ല, വേറെ ഒന്നുമല്ല ബലപ്പെടേണ്ടത്. പകരം സ്തോത്രം പ്രാർത്ഥനയാണ് ബലപ്പെടേണ്ടത്. അതിനങ്കിൾ അല്ലെങ്കിൽ ബ്രദർ എന്തിനാണ് ഇത്രത്തോളം പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അറിഞ്ഞുകൂടാത്തവർക്കൊരു ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ക്രൈസ്റ്റ് സെൻ്റർ മാത്രമല്ല, സ്തോത്രം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സഭകൾ, വിവിധ ശുശ്രൂഷകളായിരിക്കുന്ന ദൈവമക്കൾ എഴുതിയെടുത്താട്ടെ. പ്രധാനമായി നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷകർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സംസാരിക്കാൻ വേണം ഞാൻ സംസാരിക്കേണ്ടതിന്, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ. അർത്ഥം സ്തോത്രം, പൗലോസിന് ധാരാളം ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ടായിരുന്നു. ഗമാലിയൻ്റെ പാതപീഠത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവനാണ്. ഇന്നത്തെ കേംബ്രിഡ്ജ് പോലെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലെ ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധി സാമർഥ്യമുള്ളതായ ഒരു അവസ്ഥയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യനാണ് പൗലൂസ്. പക്ഷേ പൗലൂസ് തൻ്റെ ഇൻ്റലക്ച്വൽ നോളജിനെ ഓഫ് ചെയ്തിട്ട് തൻ്റെ റെവലേഷൻ നോളജിനെ ഓൺ ചെയ്യുവാനുള്ള ഇൻറ്റൻഷനിൽ
ഒരിക്കൽ കൂടെ തൻ്റെ ഇൻ്റലക്ച്വൽ നോളജ് ഓഫ് ചെയ്തിട്ട് തൻ്റെ റെവലേഷൻ നോളജ് ഓപ്പൺ ചെയ്യുവാനുള്ള, റിലീസ് ചെയ്യുവാനുള്ള ഇൻറ്റൻഷനിൽ തന്നെ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് അത് ശുശ്രൂഷിപ്പാനുള്ളത്, എനിക്ക് സംസാരിപ്പാനുള്ളത് എൻ്റെ ബുദ്ധി സാമർഥ്യമല്ല, എൻ്റെ അക്ഷരമല്ല. അക്ഷരം കൊല്ലുന്നു, പകരം ആത്മാവ് ജീവിക്കുന്നു, അക്ഷരം ചേർപ്പിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് റെവലേഷനാണ്, വെളിപ്പാടാണ് ദൈവത്തിൻ്റെ ജനത്തെ, സഭയെ ദൈവകൃപയാൽ പണിയുന്നത്, വഴികാട്ടുന്നത്. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ജിസൺ വന്ന് പാടുമായിരിക്കും, പ്രാർത്ഥിച്ചാട്ടെ. ബോവസ് വന്ന് കീബോർഡ് വായിക്കുമായിരിക്കും, പ്രാർത്ഥിച്ചാട്ടെ. രമേശ് ഞാൻ സൂം മീറ്റിങ്ങിന് വരുമായിരിക്കും, പ്രാർത്ഥിച്ചാട്ടെ. മറ്റു പല ദൈവദാസന്മാർ ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വരുമായിരിക്കും, പ്രാർത്ഥിച്ചാട്ടെ. ആരും ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ല, ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ, ദയവായി പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള ചാരിറ്റി മിഷനുണ്ട്, സഹായം ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, അതുപോലെ യൂത്ത് മീറ്റിംഗ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, സ്തോത്രം. അതെ, കൊയർ പ്രാക്ടീസ് ഉണ്ട്. എന്തെല്ലാം ശുശ്രൂഷകളാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ പോലും ദൈവസന്നിധിയിൽ സ്തോത്രം സ്പർശിക്കപ്പെടുന്നത് അതേ സോഷ്യൽ മീഡിയയിലുള്ളതായ മീറ്റിംഗ് ഉണ്ടായിരിക്കാം. ഒരു ദിവസം എങ്ങാണ്ട് ഞാൻ ഫ്ലൈ ചെയ്യുകയാണ്, ട്രിവാൻഡ്രത്തു നിന്നും ബോംബെ എന്ന എൻ്റെ സ്തോത്രം, അതെ എൻ്റെ ഓർമ്മ. ഫ്ലൈറ്റ് പൊങ്ങി, ഫ്രണ്ട് സീറ്റിലെങ്ങാണ്ട് നമ്മുടെ സഹോദരങ്ങൾ എനിക്ക് ഒരു സീറ്റ് ഒരുക്കി. ഇടയ്ക്കെന്തോ പിന്നിലേക്ക് ടോയ്ലറ്റ് പോകാനായി ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോഴേക്കും ഹോൾ പ്ലെയിൻ അത് എഴുന്നേൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അതിൽ മറ്റു മതത്തിൽപ്പെട്ടതായ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ വാച്ച് ചെയ്യുന്നു, ഞങ്ങൾ വാച്ച് ചെയ്യുന്നു, ഞങ്ങൾ യൂട്യൂബ് കാണുന്നു, ഞങ്ങൾ യൂട്യൂബ് കാണുന്നു. ദാറ്റ് മീൻസ് സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ മാത്രമല്ല നമ്മൾ വാച്ച് ചെയ്യുന്നത്. ഞാനതിനിങ്ങനെ പറയട്ടെ, ഇൻവിസിബിൾ ചേർച്ച്, ഇൻവിസിബിൾ ചേർച്ച്. ഒരുവൻ പിടിക്കപ്പെടുവാൻ, ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ, ഒരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ, സ്നാനപ്പെടുവാൻ, സുവിശേഷ വേല ചെയ്യുവാൻ, മിഷണറിയായി പോകാൻ ഒരു സെൻറ്റൻസ് മതിയാകും. അതുകൊണ്ട് അതേ അവണ്ണമുള്ളതായ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ചർച്ചിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന അഹരോനായും ഹൂരായും നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവർക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. വിവാഹപ്രായമെത്തി വിവാഹം കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെങ്ങനെയെങ്കിലും ആരേലും കെട്ടി ഒരു കർമ്മം തീർക്കണമെന്നല്ല, പകരം പുസ്തകം പറയുന്നത് പോലെ ബോവസ് രൂത്തിന്റെ വയലിൽ എത്തിച്ചേർന്ന്, രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിച്ചേർന്നതുപോലെ, രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിച്ചേർന്നതുപോലെ ദൈവകൃപയാൽ എത്തേണ്ട സ്ഥാനങ്ങളിൽ തന്നെ ദൈവകൃപയാൽ കർത്താവരെ ഫിക്സ് ചെയ്യേണ്ടതിന്, കർത്താവരെ എത്തിക്കേണ്ടതിന് അൺമാരീഡ് ആയിട്ടുള്ള സഹോദരങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിലും ദൈവകൃപയാൽ സ്റ്റുഡൻസ് ആയിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ടല്ലോ. എവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ ബാച്ചിലേഴ്സ് ആയിരിക്കാം, അവരുടെ മാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, അവരുടെ ഡോക്ടറേറ്റ് പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അവർക്ക് നൽകുന്നതായ നല്ല പ്ലേസ്മെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഒത്തിരി മാർക്ക് കിട്ടി, അലമാരയിലെ ആ സർട്ടിഫിക്കറ്റ് ഇരിക്കത്തുള്ളൂ. പക്ഷേ തെക്ക് നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവത്തിൽ നിന്നാണ് ഉയർച്ച കടന്നു വരുന്നത്. അതുകൊണ്ട് സ്തോത്രം, അതെ സ്റ്റുഡൻസിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അവിടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ കയറ്റി പറയട്ടെ. അപ്പൻ കണ്ടിട്ടില്ലാത്ത, അമ്മ കണ്ടിട്ടില്ലാത്ത മഹനീയമായ ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതേ ദൈവകൃപയാൽ ലഭിക്കേണ്ടി വേണ്ടി ദൈവസന്നിധിയിൽ അതേ പ്രാർത്ഥിച്ചാട്ടെ. മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അതേ പ്രായം ആയി വരുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരാരും കിടരോഗികളായി പോകരുത്, അവരാരും സ്റ്റംബിൾ ചെയ്യപ്പെടവല്ല. നമ്മുടെ വീട്ടിൽ രോഗക്കിടക്കകൾ പാടില്ല, നമ്മുടെ വീട്ടിൽ വാക്കിംഗ് സ്റ്റിക്ക് വേണ്ട, നമ്മുടെ വീട്ടിൽ വീൽ ചെയർ വേണ്ട, നമ്മുടെ വീട്ടിൽ ഹല്ലേലൂയ 4 കാലിനും 3 കാലിനും ആരും നടക്കണ്ട. കർത്താവ് തന്നതായ 2 കാലിൽ തന്നെ ബലത്തോടെ അവർ ദൈവകൃപയാൽ എഴുന്നേറ്റ് നടക്കണം. അവണ്ണമായിരിക്കാൻ തക്കോണം ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്. ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്. പല ബിസിനസ്സുകാർ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിലുണ്ട്. അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദേശത്തെല്ലാം സാമ്പത്തികമായ കുരുക്കുകളും ഞെരുക്കങ്ങളുമാണ്. പക്ഷേ ക്ഷാമകാലത്ത് ഇസഹാക്കിന് ഒരു കൊയ്ത്ത് നൽകിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ക്രൈസ്തവ മെമ്പേഴ്സിൻ്റെ കരങ്ങളെ ഞാനൊന്ന് കാണട്ടെ. കമോൺ ഹല്ലേലൂയ. അതെ, ബിൽഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാനുണ്ട്. ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. വേദപുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അച്ചീവ് ചെയ്തെങ്കിൽ, നേട്ടം നേടിയെങ്കിൽ അവർ പ്രാർത്ഥിച്ചിട്ടാണ് നേടിയത്. വേദപുസ്തകത്തിൽ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും കുടുംബങ്ങൾ നേടിയെങ്കിൽ അവർ വാചകമടിച്ചിട്ടല്ല നേടിയത്, അവരുടെ സ്വാധീനം കൊണ്ടല്ല നേടിയത്, അവർ കർത്താവിൻ്റെ സന്നിധികൾ പ്രാർത്ഥിച്ചാണ് അവർ നേടിയതെന്ന് ഈ വിശുദ്ധ പുസ്തകം പറയുന്നു. അതുകൊണ്ട് പ്രസംഗം കേൾക്കുന്നത് കൊണ്ടല്ല, പകരം പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നത്. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവം നിങ്ങൾക്കായി എഴുന്നേൽക്കുന്നത്, ദൈവം തൻ്റെ ദൂതന്മാരെ റിലീസ് ചെയ്യുന്നത്, അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കുന്നത്, ഇല്ലാത്ത വഴികളെ ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒക്കെ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പകരമായി വേറ്റൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് തുല്യമായി വേറൊന്നില്ല, രക്ഷയ്ക്ക് തുല്യമായി വേറൊന്നില്ല എന്ന് പറയുന്ന പോലെ, വിശ്വാസത്തിന് തുല്യമായി വേറൊന്നില്ല എന്ന് പറയുന്ന പോലെ, സ്നാനത്തിന് തുല്യമായി വേറൊന്നില്ല, കൂട്ടായ്മയ്ക്ക് തുല്യമായി വേറൊന്നില്ല. സോ ഇതൊക്കെ മാറ്റി നിർത്താൻ കഴിയാത്ത കാര്യം എന്നതുപോലെ അത് പ്രാർത്ഥനയ്ക്ക് തുല്യം പ്രാർത്ഥന മാത്രം തന്നെയാണ്. ഹല്ലേലൂയ. ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, പല വാതകങ്ങളുണ്ട്. പക്ഷേ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു എന്നതുപോലെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, സ്തോത്രം, അത് ശോചനീയമാണ്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ സ്തോത്രം, അത് നിശ്ചയമായി ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം പരാജയമാണ്. പരാജയപ്പെടാൻ താല്പര്യമില്ലെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെ, പരാജയപ്പെടാൻ താല്പര്യമില്ലാത്തവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കാരണം മുന്നിൽ പരാജയം തുറച്ചു നോക്കുമ്പോഴും ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടെ, മുന്നിൽ പരാജയം തുറച്ചു നോക്കുമ്പോഴും ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് മുന്നിൽ, നാളെ ഞാനില്ല, രാജ്യമില്ല, രാജധാനിയില്ല, സിംഹാസനമില്ല, എൻ്റെ സൈന്യമില്ല. കാരണം എൻ്റെ മുൻപിൽ വന്നു കിടക്കുന്നതായ സൈന്യം വളരെ വലുതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 35-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. നാളെ ഈ നേരവും ഞാനുമില്ല, എൻ്റെ സിംഹാസനമില്ല, എൻ്റെ രാജധാനിയില്ല, എൻ്റെ കൊട്ടാരമില്ല, എൻ്റെ രാജ്യമില്ല. ഈ കാര്യം വലിയൊരു സൈന്യം, വാമ്പൻ സൈന്യം ഇതാ എൻ്റെ മുൻപിൽ വന്നു കിടക്കുന്നു എന്ന് ചിന്തിച്ച സമയത്ത് ഹിസ്കിയാവ് ആ നിന്ദയുടെ നടുവിൽ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാതെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ അതേ മനുഷ്യൻ്റെ ശബ്ദം, നിന്ദയുടെ ശബ്ദം തന്നെ അവഗണിച്ച് തൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ എന്താ സംഭവിച്ചത്? ഒറ്റ ദൂതനെ ദൈവം ഇറക്കി. ഒരു ദൂതനെ ദൈവം ഇറക്കി. 1,85,000 ശത്രു സൈന്യത്തെ വെട്ടിനിരത്തി. എങ്കിൽ നിന്ദിക്കുന്നവരുടെ നടുവിൽ, അസൂയ കണ്ണുകളുടെ നടുവിൽ, കോമ്പീറ്റ് ചെയ്യുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്കായി എനിക്കായി ദൈവകൃപയാൽ വെളിപ്പെടുവാൻ ഈ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം പ്രാർത്ഥിച്ചാട്. ഇവിടെ ഇതാ യേശു കർത്താവ് ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകൽ പറഞ്ഞത് ഞാൻ വീണ്ടും ചിലത് ആവർത്തിച്ച് പറയട്ടെ. 3 ശിഷ്യന്മാരുമായി കർത്താവ് ഗദശമന തോട്ടത്തിൽ പ്രവേശിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3 ശിഷ്യന്മാരുമായി യേശു കർത്താവ് ഗദശമനയിൽ പ്രവേശിച്ചപ്പോൾ സ്തോത്രം, അതേ, 3 തരത്തിലുള്ളതായ 3 പ്രാവശ്യമാണ് യേശു പറഞ്ഞത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സ്തോത്രം. 3 ശിഷ്യന്മാരുമായി ഗദശമന തോട്ടത്തിൽ പ്രവേശിച്ചു. 3 പ്രാവശ്യം യേശു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. 3 ലിക്വിഡ്സ് ആണ്, 3 ലായനികളാണ് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത്. 1 വിയർപ്പ്, 2 കണ്ണുനീര്, 3 രക്തം. സോ 3ന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ തക്കോണം കഴിയും. 3 ശിഷ്യന്മാരുണ്ട്, 3 ലായനികളുണ്ട്, 3 പ്രാവശ്യം യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സോ യേശു ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പേരുണ്ട്. അതാണ് മഹാപുരോഹിത പ്രാർത്ഥന. സ്തോത്രം. യേശു ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയാണ് ദ പ്രയർ ഓഫ് ഹൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഹൈ പ്രീസ്റ്റ് പ്രയർ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ മാത്രം എഴുതി കാണുന്നതായ മഹാപുരോഹിത പ്രാർത്ഥന. ഞാൻ ആവർത്തിക്കുന്നു, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ മാത്രം കാണുന്നതായ മഹാപുരോഹിത പ്രാർത്ഥന. അന്ന് സ്തോത്രം യെരുശലേമിൽ തന്നെ മർക്കോസ് ഉണ്ട്. പക്ഷെ മർക്കോസ് അത് കേട്ടില്ല. ലൂക്കോസ് എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. മത്തായി കുറെ അകന്നാണ്
മറ്റേ 9 പേരുടെ കൂടെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്തോത്രം 8 പേരുടെ കൂടെ ആയിരിക്കുന്നത്. യൂദയില്ലല്ലോ. സ്തോത്രം. അതെ, മത്തായി അകന്നാണ് ആയിരിക്കുന്നത്. സോ മത്തായി അത് കേട്ടില്ല, മർക്കോസ് അത് കേട്ടില്ല, ലൂക്കോസ് അത് കേട്ടില്ല. പകരം യേശുവിൻ്റെ അടുക്കലേക്ക് കുറച്ച് ചേർന്നിരുന്നതായ ഗദശമയുടെ വാതിക്കലെങ്കിലും ഇരുന്ന യോഹന്നാന് ഭാഗികമായി അത് കേൾപ്പാൻ തക്കോണം കഴിഞ്ഞു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, എത്രത്തോളം യേശുവിനോട് നിങ്ങൾ അടുത്തിരിക്കുന്നു അത്രത്തോളമായിരിക്കും മറ്റുള്ളവർ കേൾക്കാത്തത് നിങ്ങൾ കേൾപ്പാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്രത്തോളമാണോ യേശുവിനോട് അടുത്തിരിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ റെവലേഷൻ ഷാർപ്പായിരിക്കും, അത്രത്തോളം നിങ്ങളുടെ ദൂതിന് മൂർച്ച കൂടിയിരിക്കും, അത്രത്തോളം വേറെ ആരും പറയാത്തത് നിങ്ങൾക്ക് പറയുവാൻ തക്കണം കഴിയും. ഓ കമാൻ, ഞാൻ വിചാരിച്ചു ആരെങ്കിലും സ്തോത്രം പറയുമെന്നാണ്. വേറെ ആർക്കും പറയാൻ കഴിയാത്തത് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ, വേറെ ആരും പ്രാപിക്കാത്തത് നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഇടതും വലതും നിന്ന് തടുക്കുന്ന ശക്തികളെയും വ്യക്തികളെയും തള്ളിമാറ്റി, എക്സ്ക്യൂസ് മീ, ഇടതും വലതും നിന്ന് തടുക്കുന്ന ശക്തികളെയും വ്യക്തികളെയും തള്ളിമാറ്റിയിട്ട് പറ, എക്സ്ക്യൂസ് മീ. ഇടർച്ച നിൽക്കാതെ ഞാൻ എൻ്റെ കർത്താവിനോട് കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ. കാരണം എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് പ്രാപിക്കാനുണ്ട്, എനിക്കൊരു സ്പെഷ്യൽ നിയോഗം ഏറ്റെടുക്കാനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. അങ്ങനെ യോഹന്നാൻ മാത്രം കേട്ടതായ സ്തോത്രം ഒരു പ്രാർത്ഥനയായിരുന്നു മഹാപുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥന എവണ്ണമാണ് പ്രാർത്ഥന നേരത്തെ യേശു കർത്താവ് പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എബ്രായ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഞായറാഴ്ചകളിൽ സ്തോത്രം അതെ ശ്രദ്ധിക്കുന്നത്, കേൾക്കുന്നത്. എബ്രായ ലേഖനം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തൻ്റെ പ്രാർത്ഥന നേരം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച്, യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് പറഞ്ഞേ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ ആയിത്തീർന്നു. 7-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ, തൻ്റെ ഇഹലോക ജീവിതകാലത്ത് അഥവാ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, അർത്ഥം പിതാവായ ദൈവത്തോട് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? വിത്ത് വെഹ്മെന്റ് ക്രൈ ആൻഡ് വിത്ത് ഗ്രേറ്റ് ടിയേഴ്സ്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ പ്രാർത്ഥനാ സമയം നോക്കിയാട്ടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. അല്ലാതെ സ്തോത്രം അതെ എന്തോ മുരളുന്ന ശബ്ദത്തിലാകരുത് നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് ഞാൻ എൻകറേജ് ചെയ്ത് പറയട്ടെ. എന്തോ പുലമ്പുന്നത് പോലെ ആകല്ല നിങ്ങളുടെ പ്രാർത്ഥന എന്ന് ഞാൻ പറയട്ടെ. കം ഓൺ, ജീസസ് മോഡൽ. ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ ഹല്ലേലൂയ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങ് അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന അപ്പുറത്തെ റൂമിലിരിക്കുന്ന അയൽവാസികൾ കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നോ. നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങളുടെ അടുത്ത റൂമിലിരിക്കുന്ന എൻ്റെ ചേട്ടൻ എന്ത് വിചാരിക്കും, എൻ്റെ ചേച്ചി എന്ത് വിചാരിക്കും, എൻ്റെ ഭർത്താവ് എന്ത് വിചാരിക്കും, എൻ്റെ മക്കളെന്ത് വിചാരിക്കും? നോ പ്രോബ്ലം. കർത്താവ് ഒന്നും വിചാരിക്കത്തില്ല. കർത്താവ് ഒന്നും വിചാരിക്കത്തില്ല. അതുകൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. ഭർത്താവ് അറിയട്ടെ എൻ്റെ ഭാര്യ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഭാര്യ അറിയട്ടെ എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, മാതാപിതാക്കൾ അറിയട്ടെ എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കുഞ്ഞറിയട്ടെ മാതാപിതാക്കൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടുപേരെ തൊട്ട് മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, മുഖം മൂടി വേണ്ട. ഹല്ലേലൂയ. അവരെന്തോ വിചാരിക്കും? നോ, മുഖം മൂടി വേണ്ട. കേട്ടിട്ടില്ലേ? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അവനെന്തോ വിചാരിക്കും, മറ്റവരെന്തോ വിചാരിക്കും, ദേശപ്രമുഖർ എന്തോ വിചാരിക്കും. അതെ, എൻ്റെ ഭാര്യ മീഖൽ, അവൾ കൊട്ടാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട റോയൽ കുമാരിയാണ്, അവൾ എന്തോ വിചാരിക്കും എന്നൊന്നും അവൻ വിചാരിച്ചില്ല. അവൻ രാജവസ്ത്രം മാറ്റിവെച്ച് പുരോഹിത വസ്ത്രം എടുത്തിട്ട് ലജ്ജിക്കാതെ കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ, ഐ എൻകറേജ് യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ ലജ്ജിക്കാതെ മുട്ടുകളെ മടക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹല്ലേലൂയ, കർത്താവേ തന്നേ പറ്റത്തുള്ളൂ. അങ്ങയുടെ കരം ചലിക്കണമേ, അങ്ങയുടെ നടത്തിപ്പ് വെളിപ്പെടണമേ, അങ്ങയുടെ സാന്നിധ്യം പകരണമേ, അങ്ങയുടെ ദൂതനെ ഇറക്കണമേ, കലവറകൾ എനിക്കായി തുറക്കണമേ. അങ്ങയുടെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു,
ആയിരിക്കുന്നല്ലോ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറക്കട്ടെ, ദേശാധിപതി വിരണ്ടു മാറട്ടെ. പ്രാർത്ഥന നേരം സ്തോത്രം. യേശു കർത്താവ് പ്രാർത്ഥിച്ചത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ആയിരുന്നു. സ്തോത്രം. അതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. 7 പോയിന്റ് ഉള്ളതായ ഏതെങ്കിലും പോയിന്റ് തള്ളലല്ല ശുശ്രൂഷ. പകരം സ്പിരിച്വൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ സ്റ്റാമിന എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ കൂടെ ഇങ്ങനെ പറയും, നമ്മുടെ പ്രസംഗത്തെക്കാൾ ലൗഡറായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രസംഗത്തെക്കാൾ സ്ട്രോങ്ങർ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശുശ്രൂഷയേക്കാൾ ബലമുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പരിചയത്തെക്കാൾ ഏറ്റവും ഫലവത്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ യെസ്, fill me with the spirit of prayer. Hallelujah. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിൽ എന്നെ നിറച്ചാട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറച്ചാട്ടെ. പണ്ട് കാലത്ത് അപ്പച്ചന്മാരുണ്ടായിരുന്നു, അമ്മച്ചിമാരുണ്ടായിരുന്നു. മനമേ പക്ഷി കിടങ്ങൾ എന്ന് തുടങ്ങി. ഹല്ലേലൂയ. ഏത് പറവ ചലിക്കുന്നതിന് മുൻപേ കുറുപ്രാവ് കുറുകുന്നത് പോലെ സ്വർഗത്തിങ്കിലേക്ക് നോക്കി കുറുകുന്നവർ. ഒരിക്കൽ കൂടെ, ഏത് പക്ഷി ചലിക്കുന്നതിന് മുൻപ് കുറുപ്രാവ് കുറുകുന്നതിന് മുൻപ് കുറുപ്രാവ് കുറുകുന്നത് പോലെ അതേ ദൈവത്തിങ്കിലേക്ക് ശബ്ദമുയർത്തുന്നവർ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ആ അനുഭവം ദൈവസഭയിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങി വരട്ടെ. ഏത് മൃഗത്തിന്റെ ശബ്ദം ഉയരുന്നതിന് മുൻപ്, ഏത് പക്ഷിയുടെ ശബ്ദം ഉയരുന്നതിന് മുൻപ്, ഏത് പൈശാചിക കേന്ദ്രങ്ങളിൽ നിന്ന് ശബ്ദം ഉയരുന്നതിന് മുൻപ് സ്വർഗത്തെ തുറക്കുന്ന, നരകത്തെ അടയ്ക്കുന്ന പ്രാർത്ഥന 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 ശബ്ദം ജനത്തിൽ ഉയരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി ഭയങ്കര സന്തോഷം തോന്നി. ഏകദേശം ഐ തിങ്ക് 300-ലധികം പേര്, 350ഓളം പേരാണ് 1 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കാർഡ് ഫില്ല് ചെയ്ത് തന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് നമ്പർ. ഹല്ലേലൂയ. ദൈവകൃപയാൽ സ്തോത്രം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. ഇനിയും പലര് തരാൻ തക്കവണ്ണമുണ്ട്. ദൈവകൃപയാൽ ഹല്ലേലൂയ. ഒരു ഗിദെയോന്യ സൈന്യം 24 മണിക്കൂർ ഈ പട്ടണത്തിലിരുന്ന് ക്രൈസ്റ്റ് സെന്ററിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഹല്ലേലൂയ. മൃഗങ്ങൾ ഉറങ്ങും, പക്ഷികൾ ഉറങ്ങും, മനുഷ്യർ ഉറങ്ങും. പക്ഷേ ആരോ ഉണർന്നിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ കവാടം തട്ടുന്ന ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസ് തുറക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ദൈവം തൻ്റെ ജനത്തെ നിറച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. കറികൾ കുറഞ്ഞാലും, ഹല്ലേലൂയ, ചപ്പാത്തിയുടെ എണ്ണം കുറഞ്ഞാലും, ചോറിൻ്റെ അളവ് കുറഞ്ഞാലും, പണത്തിൻ്റെ അളവ് കുറഞ്ഞാലും, അതേ ഷർട്ടിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ തുണിയുടെ ക്വാളിറ്റി കുറഞ്ഞാലും, മറ്റ് ഭൗതികമായി എന്ത് കുറഞ്ഞാലും ആത്മീയതയുടെ ക്വാളിറ്റി ഒരിക്കലും കുറയല്ല. നിന്റെ ക്വാളിറ്റി എന്തെന്ന് വെളിപ്പെടുന്നത് നിന്റെ പാസ്റ്റർ പ്രസംഗത്തിൻ്റെ പോയിന്റ് നോക്കിയിട്ടല്ല, പകരം നിന്റെ പ്രാർത്ഥന നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ ക്വാളിറ്റിയെ വെളിപ്പെടുത്തുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞേ. യേശു കർത്താവ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന നേരം നോക്കിയാട്ടെ. കർത്താവ് ധാരാളം സമയത്ത് പലവട്ടം, പല ഇടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് പ്രാർത്ഥനാ നേരം എന്ന ഈ തലക്കെട്ടിൽ ആ ഗദശമനയിലേക്ക് മാത്രം നോക്കിയാണ് ചില നേരം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഏതു സമയത്താണ് യേശു പ്രാർത്ഥിച്ചത്? നമുക്കറിയാം, സ്നാന നേരത്തെ യേശു പ്രാർത്ഥിച്ചു. മരുഭൂമിയിൽ ടെംപ്റ്റേഷൻ ടൈമിൽ യേശു പ്രാർത്ഥിച്ചു. പിന്നെ അതിരാവിലെ യേശു പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുമായി യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ആ അപ്പമെടുത്ത് നുറുക്കുമ്പോൾ കർത്തൃമേശ സമയത്ത് യേശു പ്രാർത്ഥിച്ചു. ക്രൂശിൽ യേശു പ്രാർത്ഥിച്ചു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുൻപിൽ അപ്പം നുറുക്കി യേശു പ്രാർത്ഥിച്ചു. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ മറ്റ് ശിഷ്യന്മാരുടെ മുൻപിൽ ഇരുന്നും കർത്താവ് പ്രാർത്ഥിച്ചതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ എപ്പോഴും വിവിധ സന്ദർഭങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചു. അനുകൂല സമയത്തും പ്രതികൂല സമയത്തും യേശു പ്രാർത്ഥിച്ചു. അനുകൂല സമയത്തും പ്രതികൂല സമയത്തും യേശു നിങ്ങൾ വേണ്ടിയില്ല. എന്നാൽ ഈ പ്രാർത്ഥന എനിക്ക് പറയാനുള്ളത് അനുകൂല സമയത്തുള്ള പ്രാർത്ഥനയല്ല, ഒരു പ്രതിസന്ധിയുടെ നടുവിലുള്ള ഗദശമനയുടെ പ്രാർത്ഥന. പ്രാർത്ഥന പ്രതിസന്ധിയുടെ സമയത്തുള്ള പ്രാർത്ഥനയാണ്. ആരോ പ്രതിസന്ധിയിലൂടെ പോകുന്നവർ കണ്ടേക്കാം. ആരോ വെല്ലുവിളി തങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ആരോഗ്യപരമായിട്ടായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം, അനുസരിക്കാത്ത കുഞ്ഞ് നിമിത്തമായിരിക്കാം, മറ്റേതെങ്കിലും ബന്ധങ്ങളുള്ളതായ വിള്ളലുകൾ നിമിത്തമായിരിക്കാം, മറ്റേതെങ്കിലും സ്തോത്രം നിങ്ങൾക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന, ഒരു നെറ്റ്വർക്ക് നിമിത്തമായിരിക്കാം. എന്നാൽ സ്തോത്രം ദൈവകൃപയാൽ മനസ്സിലാക്കണമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരികയാണ്. ഒരിക്കൽ കൂടെ, സ്വർഗം ചായ്ച്ചു പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വരികയാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്?
ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ യേശു കർത്താവ് ഇതാ ഗദശമനികൾ പ്രാർത്ഥിക്കുകയാണ്. ഗദശമനി എന്ന വാക്കിനർത്ഥം എല്ലാവർക്കും അറിയാം. ഓയിൽ പ്രസ്, ഉലുവച്ചക്ക് എന്നാണ്, അല്ലെങ്കിൽ എണ്ണച്ചക്ക് എന്നാണ്. എണ്ണച്ചക്ക് എന്നാണ്. അക്കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദൻ്റെ ട്രഡീഷൻ അനുസരിച്ച് 7 തരത്തിലാണ് ഒലിവിൻ കായ്കളെ അത് പറിച്ചെടുത്ത് അതിനെ പ്രസ് ചെയ്യുന്നത്. നന്നായി മൂക്കുമ്പോൾ, നന്നായി റൈപ്പാകുമ്പോൾ, നന്നായി മൂത്തു വരുമ്പോൾ ഒലിവിൻ കായെ പറിച്ചെടുത്ത് 7 തരത്തിലാണ്, അല്ലെങ്കിൽ 7 വിധത്തിലുള്ള മെഷീൻസ്. അന്ന് ഗ്രൈൻഡറും മിക്സി ഒന്നും ഇല്ലെങ്കിലും 7 തരത്തിൽ, ചിലപ്പോൾ ഇടിച്ചായിരിക്കാം, ചിലപ്പോൾ അത് ചതച്ചായിരിക്കാം അതിനെ എടുക്കുന്നത്. അത് മൂക്കുമ്പോഴാണ് എടുക്കുന്നത്. ഓ ദൈവത്തിന് സ്തോത്രം. എല്ലാ വർഷവും യെരുശലേമിലേക്ക് അവൻ വരുമായിരുന്നു. ചെറുപ്പത്തിലെ എല്ലാ വർഷവും യേശു കർത്താവിന് യെരുശലേമിൽ കൊണ്ടുവരുമായിരുന്നു. ലൂക്കോസ് 2:41 പറയുന്നു. പക്ഷെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്ന സമയത്ത് അവനെ ചതച്ചാൽ കിട്ടത്തില്ല. കാരണം അവൻ പിഞ്ചെന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പിന്നെ 12-ാമത്തെ വയസ്സ് വരെയും എല്ലാ വർഷവും വരുമായിരുന്നു. നോ അപ്പോഴല്ല അവനെ ചതയ്ക്കുവാൻ ഏൽപ്പിച്ചത്. പകരം 33.5 വർഷമായപ്പോൾ, നന്നായി അവൻ നന്നായി മൂത്തപ്പോഴാണ് സ്തോത്രം അവനെ ചതയ്ക്കുവാനായി പിതാവായ ദൈവം ഇട്ടുകൊടുത്തത്. യേശുവിൻ്റെ നാമത്തിൽ. അതെ, സ്തോത്രം. ഇമ്മച്വർ ആണെങ്കിൽ, നിന്റെ ഇമ്മച്യൂരിറ്റിയിൽ, നിന്റെ പക്വതയില്ലായ്മയിൽ ഒരു ബ്രോക്കൺനെസ് നിന്റെ ലൈഫിൽ വന്നാൽ നീ പിന്മാറിപ്പോകും. ഓ, ഇതാണോ ദൈവം? ദൈവം കാണുന്നില്ലയോ? ദൈവം അറിയുന്നില്ലയോ? ദൈവം മനസ്സിലാക്കുന്നില്ലയോ എന്ന് സ്തോത്രം അറിഞ്ഞിട്ട് അങ്ങനെ ഒഫൻഡായി പോയവർ, അങ്ങനെ ദൈവത്തോട് പിണങ്ങിപ്പോയവരെ എനിക്കറിയാം. അതെല്ലാം ഇമ്മച്യൂരിറ്റിയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ പക്വതയുള്ളവൻ പറയും, തലവെട്ടിയാലും ആ തല നിലത്ത് കിടന്നിട്ട് പറയും, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ്റെ ദയോ എന്നുമുള്ളത്. ഹല്ലേലൂയ. അതാണ് മെച്യൂർഡ് വിശ്വാസിയുടെ അതേ ലക്ഷണം എന്ന് പറയുന്നത്. 33.5 വയസ്സായപ്പോൾ അവൻ ഗദശമനികൾ കയറി അവൻ പ്രാർത്ഥിക്കുന്ന ഒരു നേരമുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. അവൻ പ്രാർത്ഥിച്ചത് ഏത് നേരമാണ് പ്രാർത്ഥിച്ചത്? യോഹന്നാൻ സുവിശേഷം 13:30 ആ നേരത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നോക്കിയേ, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 13:30 ആ നേരം നോക്കിയാട്ടെ. കണ്ണം വാങ്ങിയ ഉടനെ അവൻ, അതായത് യൂദ, എഴുന്നേറ്റ് പോയി. ഒരിക്കൽ കൂടെ, കണ്ണം വാങ്ങിയ ഉടനെ അവൻ യൂദ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. കണ്ണം വാങ്ങിയ ഉടനെ യൂദ എഴുന്നേറ്റ് പോയി. യോഗ്യതയില്ലാതെ കത്രിമേശ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി പറയുന്നു. സ്തോത്രം. യോഗ്യതയില്ലാതെ കണ്ണം വാങ്ങിയാൽ അകത്ത് കുന്നായ്മയാണ്, കുശുമ്പാണ്, കുതികാൽവെട്ടാണ്, അസൂയയാണ്, പകയാണ്, അതേ ബിട്രയലാണ്, മറ്റുള്ളവനെ കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമാണ്. സ്തോത്രം. അതേ, ആ പ്രാഗൽഭ്യമില്ലാതെ, വിശുദ്ധിയില്ലാതെ കത്രിമേശ എടുത്താൽ ആരകത്ത് കയറുന്നു? അതേ, ഓക്സിജൻ ഹൈഡ്രജനുമല്ല. സ്തോത്രം. സാത്താൻ അവൻ്റെ അകത്ത് കയറുന്നു. അതിന് മുമ്പുള്ളതായ വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയാം. ശ്രദ്ധിച്ചിരുന്നാട്ടെ. ഇവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, കണ്ണം വാങ്ങിയ ഉടനെ യൂദ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ചതായ സമയം, സ്തോത്രം, രാത്രിയാണ്. രാത്രിയിൽ പ്രാർത്ഥിച്ചു. പ്രേയർ ഇൻ ദ നൈറ്റ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. പ്രേയർ ഇൻ ദ നൈറ്റ്, അല്ലെങ്കിൽ രാത്രിയിൽ യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നേരം. യേശു പ്രാർത്ഥിച്ചത് ഗദശമനയുടെ പ്രാർത്ഥന രാത്രിയിലായിരുന്നു. യേശു ഗദത്തിന് മുൻപേ പരിശുദ്ധാത്മാ പറയുന്നു, സ്തോത്രം, സിഹിയോൻ മാളികമുറിയിൽ വെച്ച്, അല്ലെങ്കിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ വെച്ച്, സ്തോത്രം, യേശു കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്ത് വീഞ്ഞും കൊടുത്ത് ആ സമയത്ത് കത്രിമേശയ്ക്ക് മുമ്പ് പാസ് ഓവർ അനുഭവിക്കുമ്പോൾ, പാസ് ഓവർ അവർ ആചരിക്കുമ്പോൾ 2 മേശ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എനിക്കത് പറയാൻ നേരമില്ല. ആദ്യം പാസ് ഓവർ, പിന്നെ കത്രിമേശ. പാസ് ഓവർ കഴിഞ്ഞപ്പോഴേക്കും സ്തോത്രം യൂദാ പോയി. അടുത്ത കർത്താവ് നൽകിയത് സ്തോത്രം കത്രിമേശ. പാസ് ഓവർ ടൈമിൽ 13 പേരുണ്ടായിരുന്നു. കത്രിമേശ സമയത്ത് 12 പേരെ ഉണ്ടായിരുന്നല്ലോ, ഇൻക്ലൂഡിങ് ജീസസ്. കാരണം കർത്താവ് തൻ്റെ മേശയെ സ്തോത്രം ആർക്ക് കൊടുത്തില്ല? ചതിയന്മാർക്ക് കർത്താവ് കൊടുത്തില്ല. ചതിയന്മാർക്ക് കർത്താവ് തന്നെ മേശ കൊടുത്തില്ല. അവൻ പോയി. അവൻ്റെ അകത്ത് സാത്താൻ കയറി. അവൻ പോയി. യൂദ പോയി. സ്തോത്രം. പകരം തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, അപ്പോൾ രാത്രിയായിരുന്നു. അതിനുശേഷം ചില കാര്യങ്ങൾ കൂടെ നടന്നു. കത്രിമേശ നടന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം അതിനു മുൻപ് കഴുകി കത്രിമേശ നടന്നു. എന്നിട്ട് ഹലീൽ പാടി. അതായത് സ്തോത്രം 114-ാം സങ്കീർത്തനം മുതൽ 118-ാം സങ്കീർത്തനം വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് സ്തോത്രഗീതം പാടി. അവനിതാ ആ ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന ആ ചരിവിലൂടെ നടന്നു വരികയാണ്.
മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണമെന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്തൂടെ നടന്നു വരികയാണ്. അവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്, മുന്തിരിയുണ്ട്. സോ അപ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സോ അപ്പോൾ രാത്രിയാണ്, ഓൾറെഡി രാത്രി എന്ന് തിരുവചനം പറയുന്നു. യൂദ എഴുന്നേറ്റ് പോയപ്പോഴേ രാത്രിയാണ്. ആ രാത്രി സമയത്ത് കർത്താവൻ നടന്നു വന്ന് സ്തോത്രം ഗദശമന തോട്ടത്തിൽ കയറി അവൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം, യേശു കർത്താവ് രാത്രിയിൽ പ്രാർത്ഥിച്ചു. ദൂതിതാണ്, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ രാത്രി സമയങ്ങളിൽ പ്രാർത്ഥന വർദ്ധിപ്പിച്ചാട്ടെ. ജീവിതത്തിൻ്റെ രാത്രി സമയങ്ങളിൽ അതേ പ്രാർത്ഥന വർദ്ധിച്ചാട്ടെ. എപ്പോഴാണോ എനിക്കൊരു നൈറ്റ് സീസൺ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, എപ്പോഴാണോ എനിക്ക് രാത്രിയുടെ ഒരു സമയം ലൈഫിൽ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നത്, ഗിയർ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ നല്ല കാലത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ രാത്രി കാലങ്ങളിൽ സ്തോത്രം കൃപയോട് പ്രാർത്ഥിച്ചാട്. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഭക്ഷണം കഴിച്ചത് ഈവനിങ് മീലായിരുന്നു. ഈവനിങ് മീലായിരുന്നു, വൈകുന്നേരത്തെ ഭക്ഷണമായിരുന്നു അവർ കഴിച്ചാൽ, രാത്രിയിലെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. മീനിങ് എനിക്ക് തോന്നുന്നു മിക്കവാറും രാത്രിയിലാണ് നിന്നത്. സൊദോം ഗൊമോറയിലേക്ക് ദൂതന്മാർ ഇറങ്ങിയത് രാത്രിയിലാണ്. സ്തോത്രം. അബ്രഹാം നിന്ന് പ്രാർത്ഥിച്ചത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് അതേ രാത്രിയിലാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, 40 പേര്, 30 പേര്, 20 പേര്, 10 പേര് എന്ന് പറഞ്ഞ് സ്തോത്രം അബ്രഹാം ബാർഗൈൻ ചെയ്ത് പ്രാർത്ഥിച്ചത് രാത്രിയിലാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ന്യായവിധി വരാൻ പോകുന്നു, തകർച്ച വരാൻ പോകുന്നു. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർ കൃപയിൽ വന്നിട്ടില്ല, അവർ ദൈവത്തിൻ്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോയി, അവർ പിന്മാറ്റത്തിൽ മാറിപ്പോയി, അവർ ശുശ്രൂഷകളിൽ നിന്ന് മാറിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ലോത്തുകൾ നശിക്കാതിരിക്കേണ്ടതിന് വേണ്ടി, നിങ്ങളുമായി ബന്ധപ്പെട്ട ലോത്തുകൾ നശിക്കാതിരിക്കേണ്ടതിന് രാത്രിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള കടപ്പാടുണ്ട്. രാത്രിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കടപ്പാടുണ്ട്. ജീവിതം പ്രതിസന്ധിയിലായിപ്പോൾ യാബോക്ക് കടവിലിതാ വന്നെത്തിയിരിക്കുന്നു. മുന്നിലിതാ സ്തോത്രം യേശാവ് വരുന്നു, പിന്നിലിതാ ലാബാൻ വരുന്നു. മുന്നിലും പിന്നിലും പ്രതികൂലമെന്ന് പറയുന്ന രാത്രികളിൽ ഒരു യാബോക്ക് കടവ് എന്ന് മനസ്സിലാക്കി രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഐ ഗ്യാരണ്ടി യു, ആ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ യാക്കോബായിരിക്കുന്ന നിന്നെ ഒരു ഇസ്രായേലാക്കി തീർത്ത് ദൈവം ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്. 1 ശമൂവേൽ 15:11 വേദപുസ്തകം പറയുന്നു. 1 ശമൂവേൽ 15:11 രാത്രി മുഴുവൻ ശമൂവേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. ശൗൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം സ്തോത്രം അതേ ശമൂവേൽ രാത്രികൾ മുഴുവൻ ദൈവസന്നിധിയിൽ സ്തോത്രം അതേ ശൗലിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. ഇന്നൊരു ഫാഷനാണ്, ഇന്ന് പലർക്കും ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ അവനെ മെൻറ്റർ ചെയ്യുന്നു, ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ ഞാനാണ് എന്നൊക്കെ പലരും വീമ്പിളക്കാറുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, സ്തോത്രം, എത്ര മണിക്കൂർ നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചു? ഓ പോയി 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 പോയി. കാരണം ശമൂവേൽ രാത്രി മുഴുവൻ ഉറക്കം മാറ്റിവെച്ച് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ രാത്രിയിലെ പ്രാർത്ഥന കൊണ്ടാണ്, സ്തോത്രം, ആ രാത്രിയിലെ പ്രാർത്ഥന കൊണ്ടാണ്, ആ രാത്രിയുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ആ ഇടയൻ രാജാവായി തീർന്നത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിലും പ്രതീക്ഷിക്കാത്ത ആരോ ദൈവവേല ചെയ്യുന്നത് നീ കാണണമെങ്കിൽ, ഓ ഗ്ലോറി, ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? നിന്റെ വീട്ടിലും നിന്റെ ഫ്രണ്ട് സർക്കിളും പ്രതീക്ഷിക്കാത്ത ആരോ ഇടയൻ രാജാവായി തീരുന്നത് പോലെ പ്രയോജനമുള്ള ഒരു പാത്രമായി തീരുന്നത് കാണണമെങ്കിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചാട്. രാത്രിയിൽ പ്രാർത്ഥിച്ചാടെ. 119 സങ്കീർത്തനം അതിൻ്റെ 62 വാക്യം വായിക്കുമ്പോൾ, മോനെ 119 അതിൻ്റെ 62 വായിക്കുമ്പോൾ ദാവീദിൻ്റെ രാത്രിയിലെ സ്വഭാവം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രാത്രിയിൽ ദാവീദ് എന്താണ്? ദാവീദ് ബർശേബയുടെ പിന്നാലെ പോയി അവൻ കൊലപാതകനാണ്, തെളിവ് നശിപ്പിച്ചവനാണെന്ന് കുറ്റം പറയാൻ നമുക്ക് എന്തോ മിടുക്കാണ്. പക്ഷേ ദാവീദിൻ്റെ നല്ല വശം ഞാൻ പറയട്ടെ. 62 വാക്യം 119 സങ്കീർത്തനം, നിന്റെ നീതിയുള്ള ന്യായവിധി ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രിയിൽ ദാവീദ് ഹല്ലേലൂയ ചാറ്റ് ചെയ്യാൻ എഴുന്നേൽക്കും എന്നല്ല തിരുവചനം പറയുന്നത്. അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ എഴുന്നേൽക്ക്. ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ ഞങ്ങളുടെ ഉറക്കങ്ങളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത്, ഓ ഹല്ലേലൂയ, രാത്രിയിലെ ഉറക്കങ്ങളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഒരു മിഡ് നൈറ്റ് പ്രേയറിന് വേണ്ടി, മിഡ് നൈറ്റ് വർഷിപ്പിന് വേണ്ടി
പരിശുദ്ധാത്മാവാം ദൈവം സ്തോത്രം ഇറങ്ങി നിൽക്കണമേ. അലാം വെക്കാതെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചു എന്ന് സ്തോത്രം അതെ അനുഭവിച്ചിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് പോകുമായിരുന്നു, ഇല്ലെങ്കിൽ ആ ട്രെയിൻ പോകുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ എണീക്കത്തില്ലായിരുന്നു. പക്ഷേ സ്തോത്രം റൈറ്റ് ടൈം സ്തോത്രം കർത്താവിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഉറക്കിയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഏതോ വാഹനം ഡിലേ ആയതുകൊണ്ട് അത് സ്തോത്രം നിങ്ങൾ സെറ്റ് ചെയ്ത ജീവനില്ലാത്ത ഫോണിന് അറിയത്തില്ല. അതെ, ജീവനില്ലാത്ത ഫോണിന് ആ വാഹനം ഡിലേ എന്നറിയത്തില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിനറിയാം ആ വാഹനം ഡിലേ ആണെന്ന്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ചില ഉറക്കങ്ങൾ കൂട്ടി തന്നിട്ടുണ്ട്. ബിലീവ് മീ ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡി ഓൺലൈനിൽ കേൾക്കുന്ന സ്തോത്രം ഈ ഹാളിൽ കേൾക്കുന്നവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നെങ്കിൽ ഞായറാഴ്ച എന്നോട് വന്ന് വഴക്ക് ആട്ടരുത്. നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നൽകുകയാണ്. നിങ്ങളുടെ ബെഡ്റൂമുകളിൽ ദൂതൻ ഇറങ്ങി നിന്ന് Shabala hadana rabahu shamduliniyansi. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഒരു നൈറ്റ് അലാമാക്കി ദൈവത്തിൻ്റെ ഉറങ്ങാത്ത മയങ്ങാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ശബ്ദമുയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. കാരണം യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, നന്നായി ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇപ്പോൾ ഗദശമെങ്കിലും യേശു രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ലോകത്തിൻ്റെ സൂര്യന്മാരെല്ലാം അസ്തമിച്ചു, ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം മണയുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന പല വാതിലുകൾ അടയുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അണഞ്ഞു പോകുമ്പോൾ, ഇരുട്ട് വ്യാപിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു നൈറ്റ് സീസൺ വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കുക, ഇറ്റ്സ് മൈ പ്രയർ ടൈം. അതെൻ്റെ പ്രാർത്ഥനാ നേരമാണ്. അത് നിരാശയുടെ നേരമല്ല. ഹല്ലേലൂയ. രാത്രി നേരം എൻ്റെ പ്രാർത്ഥന നേരമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. രണ്ടാമത് പ്രാർത്ഥനാ നേരം ഏതാണ്? ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. രണ്ടാമത്തെ പ്രാർത്ഥനാ നേരം നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ്? താൻ അവരെ വിട്ട്, അതായത് യേശു കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുമടക്കി. താൻ യേശു കർത്താവ് അവരെ 3 ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറോളം ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുമടക്കി. സ്തോത്രം. യേശുവിനോട് കൂടെ അപ്പോൾ അതെ വേറെ ആരുമില്ല, യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ചില സന്ദർഭങ്ങൾ അങ്ങനെ കടന്നു വരും. നിങ്ങളുടെ കൂടെ വേറെ ആരും ഇല്ലാത്തതായ സമയം ഒരു പ്രെയർ പാർട്ട്ണറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഒരു ഇടയൻ്റെ ആശ്വാസത്തിൻ്റെ കോൽ നിങ്ങളിലേക്ക് നീണ്ടു വരത്തില്ല. ഒരു ഉപദേഷ്ടാവ് ദൈവവചനത്തിൻ്റെ പോയിന്റുകളുമായി നിങ്ങളെ തേടിയെത്തത്തില്ല. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങളോട് കൂടെ ഇരിക്കത്തില്ല. ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടതായ അവസ്ഥകൾ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ഒറ്റപ്പെട്ടതായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ അതേ തല കുനിച്ച് വേടത്തെ പോലെ താഴേക്ക് നോക്കല്, പകരം തല ഉയർത്തി കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് നോക്കണം. കാരണം കാക്കയും കൊക്കും മറ്റു പക്ഷികളെല്ലാം കൂട്ടമായി പറക്കുമ്പോൾ കഴുകന്മാർ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. ഒരിക്കൽ കൂടെ, കഴുകന്മാർ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. പല സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ മനസ്സിലാക്കണമേ, ദൈവകൃപയാൽ ഹല്ലേലൂയ ഉയരങ്ങളിൽ പറക്കേണ്ടതായ നിയോഗത്തിനായി ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഉയരങ്ങളിൽ പറക്കേണ്ട, ഉയരങ്ങൾ കീഴടക്കുവാനായി ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. കാരണം ഒറ്റപ്പെടുന്ന സമയം അത് നിങ്ങളുടെ പ്രാർത്ഥനാ നേരമാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊരു വീട്ടിലാകുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനാ നേരമാണ്. ഒരിക്കൽ കൂടെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, കുട്ടികൾ ഉൾപ്പെടെ അപ്പനും അമ്മയും ഇല്ല, ഒറ്റയ്ക്കിരിക്കുകയാണ്. സ്റ്റാർ മൂവീസ് കൂടുതൽ കാണാം. നോ മക്കളെ, സ്തോത്രം ഒരിക്കലും ചെയ്യല്ലേ. കാരണം ഒറ്റയ്ക്കിരുന്ന് ഹൊറർ മൂവി ഒറ്റയ്ക്കിരുന്ന് ഹൊറർ മൂവി കണ്ട് പിശാചിനാൽ ബാധിക്കപ്പെട്ടതായ കുട്ടികളെ എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പിശാചിനോടല്ല ചേർന്നിരിക്കേണ്ടത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കമ്പ്യൂട്ടറും പോർണോഗ്രാഫിയും അല്ല നിങ്ങൾ തേടേണ്ടത്. പകരം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇമ്മാനുവലിനോട് ചേർന്നിരുന്നാട്ടെ. ഹല്ലേലൂയ. പൊത്തിഫറയുടെ ഭവനത്തിൽ ആ മേഡം വന്ന് പറഞ്ഞു കാണാം, യോസെഫെ വന്ന് ഞാൻ എല്ലാവരെയും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് പറഞ്ഞു വിട്ടു, ഇപ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇതാ ഞാൻ മാത്രമുണ്ട്, യോസെഫെ വരിക എന്ന മേഡം പറഞ്ഞപ്പോൾ യോസെഫെ തിരിച്ചു പറഞ്ഞു കാണാം, മേഡം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല.
ആഹാ, മാഡം നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ മനസ്സിലാക്കുക, മേക്ക് ഷുവർ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇമ്മാനുവേൽ എൻ്റെ കൂടെ ഇരിക്കണം. കൂടെ ഇരുന്നോളേ, കൂടെ ഇരുന്നോളേ, കൂടെ ഇരുന്നോളേ, കൂടെ ഇരുന്നോളേ, ബാ നമുക്ക് ഒരുമിച്ചിരിക്കാം. അപ്പോഴാണ് ഞാൻ വീണ്ടും പറയട്ടെ, വേറെ ആരും കേൾക്കാത്ത ആഴമായ മുത്തുമണികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ജനക്കൂട്ടം വന്നപ്പോൾ കർത്താവ് ഉപമകളാൽ സംസാരിച്ചു, പാല് പോലെ ഉപമകളാൽ കർത്താവ് സംസാരിച്ചു. പക്ഷെ ചിലർ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആരും കേൾക്കാത്തതായ ആഴമേറിയ മുത്തുകളെ കർത്താവ് പങ്കുവെച്ചു. ഓ, ആരോട് പറയാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആഴമായ മുത്തുകളെ കർത്താവ് തുറന്നത് ക്രൗഡിന്റെ നീളവും ക്രൗഡിന്റെ വീതിയും ജനക്കൂട്ടന്റെ നീളവും ജനക്കൂട്ടന്റെ വീതിയും കണ്ടപ്പോഴല്ല, ശമര്യക്കാരെത്തിയോട് ആരാധന പറഞ്ഞു. ശമര്യക്കാരെത്തിയാണ് ആരാധന പറഞ്ഞത് അവൾ ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴാണ്. നിക്കോദിമോസിനോട് വീണ്ടും ജനനം പറഞ്ഞു, അവൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴാണ്. ആഴമായ ദൂതുകൾ കർത്താവ് പറഞ്ഞത് അതേ ഒറ്റയ്ക്ക് ആരിക്കോ കിട്ടിയപ്പോഴാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഞങ്ങൾക്ക് വേണം, എല്ലാവരും ഞങ്ങൾക്ക് ആവശ്യം. എന്നാൽ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ അവൈലബിലിറ്റിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഇട്ടു തരികയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പത്മോസുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് യൂറോപ്പിന്റെ ആ കോണിൽ ടർക്കിക്ക് താഴെ ഗ്രീസിന് അപ്പുറത്ത് മാത്രമല്ല പത്മോസ് ഉള്ളത്. തിരുവനന്തപുരം പട്ടണത്തിൽ പത്മോസ് ഉണ്ട്. സ്വർഗം തുറക്കുന്ന എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ മാനത്ത് പൻകൊച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശമായ പാദമുള്ളവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു എന്ന് പറവാൻ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ സ്തോത്രം, അത് പ്രാർത്ഥനാ നേരമാണ്. ഒരു പത്മോസ് എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാൻ അത് കൂട്ടത്തിലല്ല വെളിപ്പെടുന്നത്. യെരുശലേമിൻ്റെ ജനക്കൂട്ട സാഗരത്തിലല്ല. യെരുശലേമിൽ അപ്പോൾ 10,000-കണക്കിന് വിശ്വാസികളുണ്ട്. എഫെസോസിലും അതുപോലെ പതിനായിരക്കണക്കിന് വിശ്വാസികളുണ്ട്. അന്ത്യോക്യയിലുണ്ട്, തെസ്സലോനിക്കയിലുണ്ട്. ചർച്ച് വളരുകയാണ്. ചർച്ചിൻ്റെ നടുവിൽ, ആരവാരത്തിൻ്റെ നടുവിൽ, ആരാധനയുടെ ബഹളത്തിൻ്റെ നടുവിൽ ഇന്ന് കീബോർഡിൻ്റെ താളത്തിൽ, കൊയറിന്റെ ഓളത്തിലല്ല, പല സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് ലൈഫിന്റെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ടീനേജ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എപ്പോഴാണ് അപ്പനും അമ്മയും ഇല്ലാതെ സ്തോത്രം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത്, ഉടനെ മനസ്സിലാക്കുന്നത് ഇതെൻ്റെ പ്രാർത്ഥനാ നേരമാണ്, ഇതെൻ്റെ പ്രാർത്ഥിക്കാൻ അപ്പച്ചൻ എന്നോട് സംസാരിപ്പാനുണ്ട്, അവനോട് ഞാൻ ചേർന്നിരിക്കുവാൻ എനിക്കൊരു സമയം തന്നിരിക്കുക. എൻ്റെ മൂത്തോക്ക് ഇത് ഫ്രണ്ട്സിനെ വിളിക്കേണ്ട നേരമല്ല, വേറെ ഉള്ളവരുമായി ചാറ്റ് ചെയ്യേണ്ട നേരമല്ല, പകരം ദൈവകൃപയാൽ ദൂഷിച്ച കാര്യങ്ങൾക്ക് പോകേണ്ട നേരമല്ല. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പകരം കർത്താവിലേക്ക് തിരിയേണ്ട നേരമെങ്കിൽ മാർവോട് ചേർന്നതിന് യോഹന്നാനെ പോലെ നീ അവനോട് ചേർന്നിരിക്കും. ഒരു കാര്യം കൂടെ പറയാം. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ സ്തോത്രം, യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ യോഹന്നാൻ അവൻ്റെ മാർവോട് ചേർന്നിരുന്നു. പക്ഷെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മാറ് ചേരാൻ പറ്റിയില്ല. അവനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ നിലത്ത് മരിച്ചവനെ പോലെ വീണു. ഞാൻ എന്താ പറയുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ, ശിഷ്യന്മാരുടെ നടുവിൽ, മറ്റു ശിഷ്യന്മാരുടെ നടുവിൽ മാറോട് ചേർന്നിരുന്നു. നല്ല കാര്യം. ഹൃദയ സ്പന്ദനം കേട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ അതേ സമയത്ത് ഞാൻ മനസ്സിലാക്കട്ടെ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതുവരെ അനുഭവിക്കാത്ത ദൈവശക്തി, കൂട്ടത്തിൽ അനുഭവിക്കാത്ത ദൈവശക്തി, കൂട്ടത്തിൽ അനുഭവിക്കാത്ത, കോൺഗ്രിഗേഷനിൽ അനുഭവിക്കാത്ത ദൈവശക്തി നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നത് നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ഹാളിൽ മാത്രമല്ല, ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ആ റൂമിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വിട്ടുപോകുന്നു. പരിശുദ്ധാത്മാവ് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മേലും ആ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ.
ചില സന്ദർഭങ്ങളിൽ, ചില സീസണിൽ, ചില സമയത്ത് കർത്താവിന് നിന്നെ ഒറ്റയ്ക്ക് വേണം. ഹോശിയ പ്രവചനം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ഹോശിയയുടെ ലൈഫിലൂടെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ഹോശിയ എന്ന ദൈവദാസൻ്റെ ലൈഫിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹോശിയ 2:14 തിരുവചനം പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമി ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഒറ്റയ്ക്ക് ഹല്ലേലൂയ. ദൈവം നിന്നെ ഒറ്റയ്ക്ക്, അതെ, ദൈവം നിന്നോട് സംസാരിക്കുന്നത് ഒരു ഏറ്റവും വലിയ, ഏറ്റവും അധികമായി വർണ്ണിപ്പാൻ വാക്കുകളില്ലല്ലോ, അത്ര അധികമായി സ്നേഹമുള്ള ഒരാള് ആക്രോശ ശബ്ദത്തിലല്ല, പകരം സ്നേഹ ശബ്ദത്തിൽ, സ്നേഹ ശബ്ദത്തിൽ നിന്നോട് സംസാരിപ്പാൻ. സ്തോത്രം. അവൻ നിന്നെ ഒറ്റയ്ക്ക് വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒറ്റപ്പെട്ട സമയം നിന്റെ പ്രാർത്ഥനാ സമയമാകട്ടെ. വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. പിന്നെ ഒരു 70 പേരുണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ വിട്ട് പിന്നെ അവസാനം 70 പേരായി. കുറച്ച് കഴിഞ്ഞ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കിയപ്പോൾ 70 ഇല്ല, 12 പേരായി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും 9 പേരില്ല, 3 പേരായി. ഇപ്പോൾ ഇതാ ഒറ്റയ്ക്കായി. ഒരിക്കൽ കൂടെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. മുന്നോട്ട് പോയപ്പോഴേക്കും ജനക്കൂട്ടമില്ല, 70 ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 12 ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 3 ആയി. ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, വൈൽ വി ആർ ഗോയിങ് ടുവേഴ്സ് ദ ക്രോസ്, നിങ്ങൾ ക്രൂശിലേക്ക് അടുക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, പർപ്പസിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും. ഹല്ലേലൂയ. പർപ്പസിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുക. ഹല്ലേലൂയ. പർപ്പസിലേക്ക് അടുക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന കാര്യമെന്ത്? ഇല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന എല്ലാ അച്ചാച്ചന്മാർ പറയും, ഞാനുള്ളത് കൊണ്ടാണ് ഇത് നടന്നത്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടു. ആരോ പറയുന്നു, ബ്രദർ ഇത് സൺഡേ പ്രസംഗിക്കേണ്ടതാ. എന്താ വെനസ്ഡേ പറഞ്ഞത്? മക്കളെ, കമ്പോളം നോക്കി ചിറക്കിറക്കുന്നതിന്റെ പേരല്ല ശുശ്രൂഷ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പർപ്പസോട് അടുക്കും തോറും നീ ഒറ്റപ്പെടുമ്പോൾ പതറല്ല. ലോകത്തിൽ, വീട്ടിൽ, ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നീ ഒറ്റപ്പെടുമ്പോൾ നോക്ക് എൻ്റെ ഉണ്ടക്കണ്ണിൽ നോക്ക്. സ്തോത്രം. അതേ, നീ ഒറ്റപ്പെടുമ്പോൾ പതറല്ല. കാരണം സ്തോത്രം, അത് നിൻ്റെ പ്രാർത്ഥന നേരമാണ്. ആ സമയത്ത് കർത്താവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. രാത്രി നേരം അത് പ്രാർത്ഥനാ നേരം. ഒറ്റപ്പെടലിൻ്റെ നേരം അത് പ്രാർത്ഥനാ നേരം. ഒരിക്കൽ കൂടെ എല്ലാവരും ബോറടിച്ചു. രാത്രി നേരം പ്രാർത്ഥനാ നേരം. അത് പറയണമെങ്കിൽ ആന്തരികപ്പെടാം. സ്തോത്രം. അതെ, ഒറ്റപ്പെടൽ നേരം പ്രാർത്ഥനാ നേരം. ഒരിക്കൽ കൂടെ രാത്രി നേരം പ്രാർത്ഥനാ നേരം, ഒറ്റപ്പെട്ട നേരം പ്രാർത്ഥനാ നേരം. മത്തായി 26:41 മൂന്നാമത്തെ നേരം നിങ്ങൾക്ക് ഗതശമനിയിൽ യേശുവുമായി ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 26:41 വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഒരിക്കൽ കൂടെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം അത്രേ. സ്തോത്രം. മൂന്നാമതായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷാ നേരം പ്രാർത്ഥനാ നേരമാണ്. പരീക്ഷ നേരം പ്രാർത്ഥനാ നേരമാണ്. പരീക്ഷകൾ കടന്നു വരാം. സ്തോത്രം. ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് പരീക്ഷകൾ കടന്നു വരാം. യേശു കർത്താവിന് നേരെ പരീക്ഷകൻ വന്നതായി വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം, മത്തായി സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൻ വിശന്നിരുന്നപ്പോൾ, ഒറ്റയ്ക്കിരുന്നപ്പോൾ പരീക്ഷകൻ ഇതാ സ്തോത്രം കല്ലുമായി കടന്നു വന്നു. ഓർക്കണം, ജനക്കൂട്ടത്തിൻ്റെ നടുവിലല്ല, ക്ലാസ്സിലല്ല, സ്കൂളിലല്ല, അതേ ചേർച്ചിലല്ല, സമൂഹത്തിൽ ഫുട്പാത്തിലൂടെ നടന്നപ്പോഴല്ല. കേക്ക്, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നുകിൽ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും, ഇല്ലെങ്കിൽ സാത്താൻ നിന്റെ കൂടെ ഇരിക്കും. എന്താ ഞെട്ടി? ആരും മിണ്ടുന്നില്ലല്ലോ. ഒരിക്കൽ കൂടെ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നുകിൽ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും, ഇല്ലെങ്കിൽ സാത്താൻ നിന്റെ കൂടെ ഇരിക്കും. എന്നാൽ സാത്താൻ തോൽക്കണമെങ്കിൽ, യേശു ജയിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം.
സാത്താൻ തോൽക്കണമെങ്കിൽ, യേശു ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് 40 ദിവസം സ്തോത്രവൻ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. 40 ദിവസം കർത്താവ് മരുഭൂമിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എപ്പോഴാണോ അവൻ്റെ പ്രാർത്ഥന നിർത്തിയത് ഉടനെ പരീക്ഷകൻ അടുത്തു വന്ന. ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ സാത്താൻ അടുത്ത് വന്നില്ല. അവൻ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ, റൈറ്റ്, അവന് ആ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ വിശന്നപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കൽ വന്നു. മീനിങ് എനിക്ക് തോന്നുന്ന കർത്താവിൻ്റെ ആ ഉപവാസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി. എപ്പോഴും ശ്രദ്ധിക്കണം, 7 ദിവസം ഉപവസിച്ചാലും 21 ഉപവസിച്ചാലും 40 ഉപവസിച്ചാലും അവസാന നിമിഷങ്ങളെന്ന് പറയുന്നത് രൂക്ഷമായ യുദ്ധ സമയമായിരിക്കും. മുഴുവൻ നരകവും നിങ്ങൾക്ക് നേരെ വാടകയെടുത്ത് നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത് അവസാന സമയമാണ്. കാരണം എന്താണെന്നറിയാം, സാത്താൻ നിങ്ങൾക്ക് എതിരെ വച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്. ആ ലെവൽ പൊട്ടിച്ച് അടുത്ത ലെവലിൽ പോകാതിരിക്കാൻ, സ്തോത്രം, അതെ, സാത്താൻ മുഴുവൻ തന്ത്രങ്ങളുമായി നിങ്ങൾക്ക് നേരെ പാളയമിറങ്ങുന്നത് ആ സമയത്താണ്. എന്നാൽ ഹല്ലേലൂയ, അവൻ തലങ്ങും വിലങ്ങും വന്നാലും, അവൻ രഹസ്യത്തിൽ പരസ്യത്തിൽ വന്നാലും, അവൻ അറിഞ്ഞു വന്നാലും അറിയാതെ വന്നാലും, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ജയിപ്പാൻ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കമോൺ, കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് നന്നായി കൈയടിക്ക്. അങ്ങനെയല്ല കൈയടിക്കണ്ടേ. കാരണം ആരോ അടുത്ത ലെവലിൽ പോകുന്ന മണിക്കൂറുകളാണിത്. ആരോ അടുത്ത ലെവലിലേക്ക് പോകുന്നതായ നല്ലൊരു പ്രയർ സെഷനാണിത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കഴിയുമെങ്കിൽ ഈ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പോൾ സാത്താന്, സ്തോത്രം, യേശുവിനെ ടെംപ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും, യേശുവിനെ പരീക്ഷിച്ച് എങ്ങനെയെങ്കിലും അത് തീർക്കണം. കാരണം ഒന്നാമത്തെ ആദാമിനെ അവൻ തോൽപ്പിച്ചതാണ്. ഒന്നാമത്തെ ആദാമിനെ തോൽപ്പിച്ച് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച പർപ്പസിൽ ആദാമിനെ സാത്താൻ എത്തിച്ചില്ല. സോ മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ വേർതിരിച്ച, ദൈവം നിങ്ങളെ അനോയിന്റ് ചെയ്ത, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത, ദൈവം ഒരു സ്ഥലത്ത് നിങ്ങളെ ഉറപ്പിച്ച പർപ്പസ് നിങ്ങളിലൂടെ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ വേർതിരിച്ച്, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത്, ദൈവം, സ്തോത്രം, നിങ്ങളെ ഉപയോഗിച്ച് എത്തേണ്ട സ്ഥാനങ്ങളിൽ പ്രയോജനപ്പെടേണ്ട രീതിയിൽ, പ്രയോജനപ്പെടേണ്ടതായ ക്രമത്തിൽ പ്രയോജനപ്പെടാതിരിപ്പാൻ സാത്താൻ പരീക്ഷകളുമായി കടന്നു വരുന്നു. എന്നാൽ പരീക്ഷ വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ഓഹോ, വിസിബിൾ റിലത്തിൽ പരീക്ഷ വന്നത് ഇൻവിസിബിൾ റിലത്തിൽ പ്രൊമോഷൻ ഓർഡർ ഉള്ളത് കൊണ്ടാണ്. കാരണം ദൈവം നീതിമാനാണ്. യഹോവ തിസ്കുനോ, ദൈവം നീതിമാനാണ്. സ്തോത്രം. യിരെമ്യാ 33, യിരെമ്യാ 23 ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഹോവ തിസ്കുനോ, സ്തോത്രം, ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സാത്താന് ആക്സസ് ഉള്ളത് കൊണ്ട്, ദൈവം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടിരിക്കുന്നതായ അതേ കാര്യം കൊണ്ട്, യവനെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഇതാണ്. സ്തോത്രം. അതെ, അവിടെ നമ്മൾ നേരെ ചൊവ്വയും നിൽക്കുന്നെങ്കിൽ മാത്രം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നേരെ ചൊവ്വയും നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്കവിടെ എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശത്രുവാകല്ല. പറ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശത്രുവാകല്ല. സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശത്രുവാകല്ല. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുവാൻ സാത്താന് കഴിയത്തില്ല. കാരണം ദൈവം ശക്തനല്ല, ദൈവം സർവശക്തനാണ്. ആരോട് പറയുന്ന കർത്താവേ, ഓ കം ഓൺ. ദൈവത്തിൻ്റെ, സ്തോത്രം, പദ്ധതിയെ തടയുവാൻ സാത്താന് കഴിയത്തില്ല. ഞാൻ പറയട്ടെ, ഒരു മന്ത്രവാദത്തിന്, ഒരു കൂടോത്രത്തിന്, ഒരു ആഭിചാരത്തിന്, ഒരു പൈശാചിക ശക്തിക്ക്, ഓരോ ശാപത്തിന്, ഒരു ബന്ധനത്തിന് നിന്റെ പദ്ധതിയെ തടയുവാൻ കഴിയത്തില്ല. ഒരു എതിർ പ്രാർത്ഥനയ്ക്ക്, ഒരു ഗൂഢാലോചനയ്ക്ക്, ഒരു മനുഷ്യന് നിന്നെ തടയുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എന്നേ തീർന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു പിശാച് വിചാരിച്ചാലും നിന്നെ തടയാൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ വിചാരിച്ചാലും നിന്നെ തടയാൻ പറ്റത്തില്ല. ദൈവം മനസ്സ് മാറുന്നില്ല. ദൈവം മനസ്സ് മാറുന്നില്ല. വായ്, ദൈവം മലയാളിയല്ല. ദൈവം തിരുവനന്തപുരംകാരനല്ല. ദൈവം കൂടെ ഓന്തിനെ പോലെ മനസ്സ് മാറുന്നില്ല. He is the same from everlasting to everlasting. ദൈവം നിത്യത തുടങ്ങി നിത്യത വരെ ദൈവം മാറാത്തവനാണ്.
സോ ദൈവം നിന്നെ കുറിച്ചുള്ള പ്ലാൻ മാറ്റുന്നില്ല. സ്തോത്രം. മനുഷ്യനെ നിന്നെ കുറിച്ചുള്ള പദ്ധതി മാറ്റാൻ കഴിയത്തില്ല. പിശാചിനെ നിന്നെ കുറിച്ചുള്ള പദ്ധതി പൊളിക്കാൻ പറ്റത്തില്ല. പിന്നെ പൊളിക്കാൻ പറ്റുന്ന ഏക മാർഗം നീ നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ, നീ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉയർന്നില്ലെങ്കിൽ, നീ ടെംപ്റ്റേഷനിൽ പെട്ട് തകിടം മറിയുന്നെങ്കിൽ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ യേശുവിൻ്റെ നാമത്തിൽ. സോ ആ പദ്ധതിയിൽ എത്തുവാൻ കൂടെ when the temptation comes, kneel down and pray. Rebuke the devil and pray. അന്ധകാര ശക്തിയെ ശാസിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷണങ്ങളെ ശാസിച്ച് പ്രാർത്ഥിച്ച്, പരീക്ഷണങ്ങളെ ശാസിച്ച് പ്രാർത്ഥിച്ച്. എന്നെ ദൈവം സൂര്യനായി വിളിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ചന്ദ്രനെ പോലെയല്ല നിൽക്കേണ്ടത്. ജ്വലനം ജ്വലനം ജ്വലനം, മാക്സിമം ജ്വലനം നിന്നിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. മാക്സിമം വെളിപ്പെടണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്. ആയതിലേക്കായി ദൈവത്തിൻ്റെ സന്നിധികൾ സ്തോത്രം. അതെ, പരീക്ഷ കടന്നു വരുമ്പോൾ അത് ഏത് രീതിയിലെങ്കിലും, അത് ലോകത്തെ കാണിച്ചുള്ളതാണെങ്കിലും, അത് സ്തോത്രം, അതെ 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 അത് നിഗളമാണെങ്കിലും, സ്തോത്രം, അത് ജഡമാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാടെ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഓവർ ഈറ്റിംഗ് പോലും പോരാട്ടമാണെന്ന്. ഓ കമാൺ, ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. കാരണം 12 പൊറോട്ടയ്ക്കും സ്തോത്രം 3 ചിക്കനും പോരട്ടെ എന്ന് പറയുന്നവർക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഓവർ ഈറ്റിംഗ് എങ്കിൽ ഓവർ കുക്കിങ്ങും ചിലപ്പോൾ പോരാട്ടമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. കാരണം സ്തോത്രം, ഈ വേദപുസ്തകം ബ്രേക്കില്ല പുസ്തകമല്ല, ഇത് വെൽ ബാലൻസ്ഡ് ആണ്. ഹല്ലേലൂയ. നിന്നെ ഭരിക്കുന്നത് കർത്താവ് മാത്രമായിരിക്കട്ടെ. നിന്നെ ഭരിക്കുന്നത് അടുക്കളയാകല്ല, നിന്നെ ഭരിക്കുന്നത് പ്ലാറ്റ്ഫോം ആകല്ല, നിന്നെ ഭരിക്കുന്നത് പ്രോഗ്രാം ആകല്ല, നിന്നെ ഭരിക്കുന്നത് മനുഷ്യനാകല്ല, നിന്നെ ഭരിക്കുന്നത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാ മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. 2 പേര് തൊട്ട് പറഞ്ഞാട്ടെ. എല്ലാം ചന്തവും ഉചിതവുമായി. പെട്ടെന്ന് പറഞ്ഞേ. എല്ലാം ചന്തവും ഉചിതവുമായി. മൗത്തമ്പാക്കൽ സാധു കൊച്ചു പ്രദേശി ലോങ് ടൈം 1 day മീലിനാണ് ജീവിച്ചത്. ഒറ്റ നേരത്തെ ആഹാരത്തിലാണ് മൗത്തമ്പാക്കൽ സാധു കൊച്ചു പ്രദേശി ജീവിച്ചത്. അതുകൊണ്ട് എന്തോ കിട്ടി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനായിരുന്നു. തൻ്റെ ജീവിതകാലത്ത് ലോകത്തിലെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ ആയിരുന്നു. സ്തോത്രം. കാരണം ഹല്ലേലൂയ, അത്ര ത്യാഗത്തോടെ ദൈവകൃപയാൽ ജീവിച്ചു. പരീക്ഷകളെ ജയിച്ചാട്ടെ. പരീക്ഷ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, ഇത് പ്രാർത്ഥനാ സമയമാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രൊമോഷനിലേക്ക് എനിക്ക് എത്തണം. എൻ്റെ ബിരുദ ഞാൻ പ്രാപിക്കണം. എൻ്റെ ബിരുദ തട്ടിത്തെറിപ്പിപ്പാൻ ഞാൻ സമ്മതിക്കയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എന്നെ നോക്കി പറയണം, വിശ്വസദാസിയേ, അതുകൊണ്ട് ഈ പരീക്ഷ എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനാ നേരം യേശു ഗദശമനത്തിൽ പ്രാർത്ഥിച്ചു, രാത്രിയിൽ പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു, പരീക്ഷാ സമയത്ത് പ്രാർത്ഥിച്ചു. നമ്പർ 3, സ്തോത്രം. നിന്റെ വില്ല് പൊങ്ങി വരുമ്പോൾ, നിന്റെ ഇഷ്ടം എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന നിന്റെ ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ ഇഷ്ടം മാറി നിൽപ്പാൻ, മനുഷ്യൻ്റെ ഇഷ്ടം മാറി നിൽപ്പാൻ, സാത്താൻ്റെ ഇഷ്ടം മാറിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. എടുക്കുക. ലൂക്കോസ് 22:42 മുതൽ 44 വരെ. ലൂക്കോസ് 22:42 മുതൽ 44 വരെ. ലൂക്കോസ് 22:42 മുതൽ 44 വരെ. ശബ്ദമുയർത്തി എല്ലാവരും ശക്തിയോടെ വായിക്കുക. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. 42-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായ ഒരു സെന്റൻസ് ആണ്. സ്തോത്രം. അതേ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, സ്തോത്രം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. തൊട്ടടുത്ത സെൻറ്റൻസ് ആണ്, സ്തോത്രം, നമ്മളെ ഇവണ്ണമാക്കാൻ പ്രാപ്തരാക്കിയത്, നമ്മളെ ദൈവമക്കളാക്കാൻ പ്രാപ്തിയാക്കിയത്. ദൈവസഭ എന്ന ആ വലിയ പ്രസ്ഥാനം കഴിഞ്ഞ 2025 വർഷമായി ദൈവകൃപയാൽ, അല്ലെങ്കിൽ 2020-ലധികം വർഷമായി കോടിക്കണക്കിന് ആത്മാക്കളുമായി ദൈവസന്നിധിയിൽ എത്താൻ കാരണമായത്, സ്തോത്രം, അവൻ്റെ മാനുഷികമായ വില്ലല്ല, അവൻ്റെ മാനുഷികമായ തീരുമാനമല്ല, പകരം ദൈവത്തിൻ്റെ ഹിതത്തിൽ അവൻ ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്.
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെയാകട്ടെ. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, എപ്പോഴാണോ എൻ്റെ ഇഷ്ടം, എൻ്റെ കണ്ണിന് അതാണ് തോന്നുന്നത്, എൻ്റെ ചെവിക്ക് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നുന്നത്, എൻ്റെ ബുദ്ധിക്ക് അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത്, എൻ്റെ ഫ്ലഷിന്, എൻ്റെ ജഡത്തിന് എനിക്ക് ആ റൂട്ടാണ് നല്ലതെന്ന് തോന്നുന്നത്. എന്നാൽ നിൻ്റെ ജഡമല്ല, നിൻ്റെ കണ്ണല്ല, നിൻ്റെ ചെവിയിൽ നീ കേട്ടതല്ല, നിൻ്റെ ബുദ്ധിയിൽ തോന്നിയതല്ല. പകരം ദൈവഹിതം സർവജയം. ദൈവഹിതം റിവീലാകാൻ, ദൈവഹിതം കുട്ടികളിൽ റിവീലാകാൻ, ദൈവഹിതം കുടുംബത്തിൽ റിവീലാകാൻ, ദൈവഹിതം ഭാവിയിൽ റിവീലാകാൻ എല്ലാ കടുംപിടുത്തങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യത്തെക്കുറിച്ച് എൻ്റെ ഫ്രെയിം ഇതാണ്, എനിക്കൊരു ബോക്സ് ഉണ്ട്, എനിക്കൊരു ഡയമെൻഷൻ ഉണ്ട്, അതിൻ്റെ വീതി ഇങ്ങനെയായിരിക്കണം, എൻ്റെ നീളം എന്തെങ്ങനെയായിരിക്കണം, അതിൻ്റെ ഉയരം എങ്ങനെയായിരിക്കണം, ഞാനിതാ പ്രതീക്ഷിക്കുന്നത്, ഞാനിതാണ്, എൻ്റെത് ഇതാണ് എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഈ പുസ്തകം തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഹല്ലേലൂയ. ഞാനിതാ പ്രതീക്ഷിക്കുന്നത്, ഞാനിതേ ചെയ്യത്തുള്ളൂ, എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്കിതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നിഷ്ടപ്രകാരം സെൽഫിഷ് മെന്റാലിറ്റിയിൽ, സ്വാർത്ഥതയിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ വേദപുസ്തകം വായിപ്പാൻ, വേദപുസ്തകം തൊടുവാൻ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിനെ ആരാധിപ്പാൻ നിങ്ങൾ യോഗ്യരല്ല. പകരം ദൈവമക്കളാണ് എങ്കിൽ ഒരു അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് അവൻ്റെ ഇഷ്ടത്തിലോ, എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിലോ, എൻ്റെ പാസ്റ്ററുടെ ഇഷ്ടത്തിലോ, നാട്ടുകാരുടെ ഇഷ്ടത്തിലോ ജീവിക്കുന്നവനല്ല. ഒരു 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 യാഗവസ്തുവിനെ കൊണ്ടുവന്ന് അതിനെ കൊന്ന് അതിൻ്റെ തോലിനെ ഉരിച്ച് അതിനെ കണ്ണമായി മുറിച്ച് ഒരു യാഗപീഠത്തിൽ വച്ച് കഴിഞ്ഞാൽ, സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഒരു യാഗപീഠത്തിൽ വച്ച് കഴിഞ്ഞാൽ അതിന് ജീവനില്ലാത്തതുപോലെ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രമേ എന്ന് സമർപ്പിക്കുന്നവനാണ് ദ ജെന്യൂൻ ക്രിസ്ത്യൻ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി സ്വന്തം ഇഷ്ടത്തിലല്ല, സ്വന്തം വിവേകത്തിലല്ല ഊന്നുന്നത്. ഞാൻ ഈ വർഷം ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇതെല്ലാം നടക്കണം, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഇതൊക്കെ നടക്കണം. നടക്കത്തില്ല മക്കളെ, ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഒന്നും നടന്നിട്ടില്ല യേശുവിൻ്റെ നാമത്തിൽ. അപ്പം മനസ്സിലായി, ഡ്രൈവർ സീറ്റിൽ നമ്മൾ കയറിയിരുന്നാൽ ഈ വണ്ടി നീങ്ങത്തില്ല. ഒരിക്കൽ കൂടെ, ഡ്രൈവർ സീറ്റിൽ നമ്മൾ കയറിയിരുന്നാൽ ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. പകരം ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇല്ലാത്ത വഴി ഉണ്ടാക്കുന്ന ഒരുവനെ എനിക്കറിയാം, പർവ്വതങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന ഒരുവനെ എനിക്കറിയാം, ആരും നടന്നിട്ടില്ലാത്ത ഹൈവേ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരുവനറിയാം. ഞാൻ മാറിയിരുന്നിട്ട് എൻ്റെ ജീവിതമാകുന്ന വാഹനത്തിന് നീയാണ് ഉടമസ്ഥൻ, അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന് പറയുമ്പോ, മനസ്സിലാകുന്നോ? അങ്ങയുടെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവത്തിന്റെ പദ്ധതി അവിടെയാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. വർഷങ്ങളായി, പ്രോബബ്ലി ലാസ്റ്റ് 26-27 ഇയേഴ്സായി എല്ലാ ദിവസവും രാവിലെ രാത്രിയും സ്തോത്രം ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. Shut against me all the doors except the right one. ദൈവഹിതമില്ലാത്ത എല്ലാ വാതിലുകളും എൻ്റെ മുൻപിൽ അടയണമേ. ഈ വിശുദ്ധ പുസ്തകം എടുത്ത് മാർബോട് ചേർത്ത് വെച്ച് ഇന്ന് രാത്രിയും വിളിച്ചു പറയട്ടെ, തിരികിതമില്ലാത്ത എല്ലാം അടയട്ടെ, തിരികിതമില്ലാത്ത എല്ലാം അടയട്ടെ, തിരികിതമില്ലാത്ത എല്ലാ ബന്ധങ്ങൾ, തിരികിതമില്ലാത്ത എല്ലാ ഫ്രണ്ട് സർക്കിളുകൾ, തിരികിതമില്ലാത്ത എല്ലാ പ്ലാറ്റ്ഫോമുകൾ, തിരികിതമില്ലാത്തതായ എല്ലാ യാത്രകൾ, തിരികിതമില്ലാത്ത എല്ലാ കാര്യാദികൾ യേശുവിന്റെ നാമത്തിൽ അടയട്ടെ. Let us tune ourselves to the central of God's will. ദൈവത്തിന്റെ ഹിതത്തിന്റെ മധ്യത്തിൽ വസിപ്പാൻ കമാൻ ദൈവത്തിന്റെ കൃപയാൽ ജനം ഏൽപ്പിക്കപ്പെടട്ടെ. ദൈവഹിതത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലാത്ത ഒരു ജീവിതം എന്നല്ല ഞാൻ മീൻ ചെയ്തത്. ദൈവഹിതത്തിൽ വെല്ലുവിളികളുണ്ട്, ദൈവഹിതത്തിൽ ഈശാനമൂലനുണ്ട്. ഈശാനമൂലന്റെ ശബ്ദം ഉയരുമ്പോഴും സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൗലോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നു. സാരല്ല സ്തോത്രം. നിന്റെ FIR മുക്കണമെങ്കിൽ നീ FIR-മായിട്ടല്ല റോമിലെത്തേണ്ടത്, നീ ചങ്ങലയുമായിട്ടല്ല റോമിലെത്തേണ്ടത്. നിന്നെ ചങ്ങലയിട്ട് നീ കുറ്റക്കാരനെന്ന FIR എന്ന് എഴുതിയല്ല. ഇതിനെ മുക്കണമെങ്കിൽ
ഈ കാറ്റടിച്ചേ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ അടിക്കുന്ന കാറ്റ് തിന്മയ്ക്കല്ല, നിനക്ക് പുതിയൊരു ലേബൽ തരുവാൻ വേണ്ടിയാണ്. നിന്റെ ടൈറ്റിൽ മാറുവാനാണ് ഈ ദിവസങ്ങൾ അടിക്കുന്ന കാറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഹിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. തിരുവചനം പറയുന്നു, നീ യെരൂശലേമിൽ നിന്നതുപോലെ യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ബിഫോർ സീസർ. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. കൈസരുടെ മുൻപിൽ പുസ്തകത്തിൽ കാണുന്നില്ല കൈസരുടെ മുൻപിൽ പൗലോസ് നിന്നതായി. പക്ഷേ എൻ്റെ കർത്താവ് കള്ളം പറയത്തില്ല. കർത്താവ് ആശ തന്ന് നിരാശയിലേക്ക് തള്ളിവിടത്തില്ല. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. സ്തോത്രം. റോമാ ചക്രവർത്തി കൈസരുടെ മുൻപിൽ സ്തോത്രം പൗലോസ് നിന്ന് കാണും. അതുകൊണ്ട് നീ കടന്നു പോകുന്നതായ കാറ്റ് നിനക്ക് ഇടർച്ചക്കല്ലല്ല, നിന്റെ മുന്നിലേക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തിക്കുന്ന കാറ്റുകളാണ്. ദൈവഹിതത്തിലിരുന്ന് കൊടുങ്കാറ്റ് അടിക്കുന്നെങ്കിൽ അത് നിന്റെ നന്മയ്ക്കാണ്. ദൈവഹിതത്തിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവഹിതത്തിൽ പ്രശ്നമുണ്ട് അങ്ങളെ? ദൈവഹിതത്തിൽ പ്രശ്നമുണ്ട്. ദൈവഹിതത്തിൽ ഞാൻ കയറി എന്നുള്ളത് കൊണ്ട് എനിക്ക് വെല്ലുവിളിയില്ല, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കണ്ണുനീരില്ല. നോ നോ നോ, അങ്ങനെയല്ല പുസ്തകം പറയുന്നത്. ദൈവഹിതത്തിൽ ഈശാനമൂലനുണ്ട്. ഇയ്യോബ് ദൈവഹിതത്തിലായിരുന്നു. ദൈവഹിതത്തിലായിരുന്നു. ഒരു കുശവൻ ഇതാ സ്തോത്രം ചക്രത്തിന്മേൽ പണിതിട്ടിരുന്നു. ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതാ പാത്രം മിക്കവാറും ആൾമോസ്റ്റ് അങ്ങ് ആയി എന്ന് പറഞ്ഞപ്പോൾ ആ കുശവന്റെ കയ്യിലിരുന്ന് അത് ചീത്തയായിപ്പോയി. പാപം ചെയ്തിട്ടല്ല അത് ചീത്തയായത്, പിന്മാറിയിട്ടല്ല അത് ചീത്തയായത്. ദൈവത്തിലെ ആണിപ്പടുത്തുള്ള അപ്പച്ചൻ്റെ കയ്യിലിരുന്ന് ചീത്തയായെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ പാത്രമായിട്ടാണ്, മാനപാത്രമായിട്ടാണ് അടുത്ത ദൈവം നിന്നെ ആക്കുവാൻ പോകുന്നത്. കമാൺ 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 കമാൺ. ശബ്ദമുയർത്തി. ഏതോ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഏതോ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നിറഞ്ഞതിനേക്കാൾ ബെറ്റർ, ഇതുവരെ ചെയ്തതിനേക്കാൾ ബെറ്റർ, ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ബെറ്ററിലേക്ക് പോകുവാൻ വേണ്ടിയാണ് സ്തോത്രം നിനക്ക് ഇവിടെ വന്നത്. മനസ്സിലാക്കണമേ. സ്തോത്രം. ഇയ്യോബ് ദൈവഹിതത്തിലായിരുന്നു. ഇപ്പോൾ ഗതശമനയിൽ കിടന്ന് പിടയുന്ന യേശു ദൈവഹിതത്തിലാണ്. സ്തോത്രം. അതെ, ദൈവഹിതത്തിൽ ഗതശമനയുണ്ട്. പക്ഷേ ആ ഗതശമന ഒരിക്കലും നിന്റെ അവസാനമല്ല. യോബേ, നഷ്ടത്തിന്മേൽ നഷ്ടം വരുന്നതായ ആ നഷ്ടത്തിൽപ്പെട്ട് നിന്റെ ജീവിതം തീർന്നു പോകത്തില്ല. സ്റ്റിക്ക് ഓൺ ടു ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതത്തിൽ പിടിച്ചു നിന്നാട്ടെ. കാരണം ആ ദൈവഹിതത്തിൽ നീ പിടിച്ചു നിൽക്കുമ്പോൾ ഇന്ന് നഷ്ടത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നീ ആണെങ്കിലും സ്തോത്രം നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തിരികെ നൽകി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ നിന്നെ നിർത്തുന്നവനാണ് കർത്താവ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. രണ്ട് വില്ലങ്ങളെ വടം വരിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കേണ്ട നേരമാണ്. ഒരു വശത്ത് ദൈവം പറയുന്നതായ ദൈവത്തിന്റെ ഹിതവും മറുവശത്ത് നിന്റെ ബുദ്ധി പറയുന്നതായ ഈ ലോകത്തിന്റെ ഹിതവും ഒരു വടം വലി മത്സരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം നിന്നെ വരിക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ വിൽ ഓഫ് ഗാഡ്. യേശു കർത്താവിനെ അറിയാമായിരുന്നു. യെസ്, ഞാൻ പിതാവിൻ്റെ വില്ലിലാണ്, അതുകൊണ്ടാണ് അവൻ ഏൽപ്പിച്ചത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ദൈവഹിതത്തിൽ അല്ലായിരുന്നെങ്കിൽ യേശു ഉയർക്കത്തില്ലായിരുന്നു. ദൈവഹിതത്തിൽ ഒരു ഉയർപ്പുണ്ട്. ദൈവഹിതത്തിലാണ് ഉദ്ധാരണമുള്ളത്. ദൈവഹിതത്തിൽ നിനക്കൊരു ഉദ്ധാരണമുണ്ട്. ദൈവഹിതത്തിൽ യോബ് പറയും എനിക്കൊരു റിസ്റ്ററേഷൻ ഉണ്ട്. ജീസസ് പറയും ദൈവഹിതത്തിൽ എനിക്കൊരു അതേ റിസറക്ഷൻ ഉണ്ട്. റിസ്റ്ററേഷനും അതേ റിസറക്ഷനും നടക്കുന്നത് ആരും മിണ്ടുന്നില്ല. റിസ്റ്ററേഷനും റിസറക്ഷനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദ വിൽ ഓഫ് ഗാഡ്. ദൈവഹിതത്തിലാണ് നിനക്ക് റിസ്റ്ററേഷൻ ഉള്ളത്. ദൈവഹിതത്തിലാണ് നിനക്ക് റിസറക്ഷൻ ഉള്ളത്. ഹല്ലേലൂയ. മാനുഷികമായ സ്തോത്രം അതേ വില്ല് മാറി നിന്നിട്ട് മനുഷികമായിട്ടുള്ള ഇഷ്ടങ്ങൾ മാറി നിന്നിട്ട് ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അത് പ്രാർത്ഥനാ നേരം ആകട്ടെ. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവഹിതത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അഞ്ചാമതായി ഞാൻ പറയട്ടെ, എല്ലാം തീർന്നെന്ന് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുക.
ഇതൊക്കെ പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇത് അനുഭവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എല്ലാം സ്തോത്രം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതേ പ്രാർത്ഥിച്ചാട്ടെ. കാരണം സ്ഥലം ഗതശമനയാണ്. ഗതശമനിയിൽ അനുഭവിച്ചതായ വേദന, മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, കേരളത്തിൻ്റെ ബെസ്റ്റ് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ചിലർ നിങ്ങൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗതശമനികൾ 3 ലായനികൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അതാ വീഴുകയാണ്. വിയർപ്പ് വരുന്നു, രക്തം വരുന്നു, പിന്നെ കണ്ണുനീർ വരുന്നു. ഓർഡറിൽ പറയാം, ആദ്യം കണ്ണുനീരായിരിക്കും, 2 വിയർപ്പായിരിക്കും, 3 രക്തമായിരിക്കും. കണ്ണുനീര്, വിയർപ്പ്, രക്തം ധ്യാനിച്ചാട്ടെ, പഠിച്ചാട്ടെ. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? കണ്ണുനീര്, വിയർപ്പ്, രക്തം, ഈ 3 ലായനികൾ ഒരു സ്പോഞ്ചിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നത് പോലെ ദൈവപുത്രന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഏറ്റവും വലിയ സംഘർഷത്തിലും ഏറ്റവും വലിയ സമ്മർദ്ദത്തിലും യേശുവായിരിക്കുകയാണ് ഗതശമനിയിൽ. ഒരിക്കൽ കൂടെ, ഏറ്റവും വലിയ സംഘർഷത്തിലും ഏറ്റവും വലിയ സമ്മർദ്ദത്തിലും യേശു കർത്താവ് ഗതശമനിയിലായിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നതിന് തലേ ദിവസം ഇന്ദിരാഗാന്ധി നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ആ മുഖത്ത് നോക്കിയാൽ ഏറ്റവും വലിയ സംഘർഷം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നാളെ യുദ്ധമാണ്. എന്താ ലോകം പറയുവാൻ വേണ്ടി പോകുന്നത്? രാജ്യത്തിന് നഷ്ടമാണോ വരുന്നത്, ജയമാണോ വരുന്നത്, പരാജയമാണോ വരുന്നത്? സ്തോത്രം. കാരണം ഇന്നത്തെ ഇന്ത്യ അല്ല അന്നത്തെ ഇന്ത്യ. ഏകദേശം തുല്യ ശക്തികളാണ് അന്ന്. പക്ഷെ ഇന്നെങ്കിൽ 12 മണിക്കൂർ വേണ്ട. ഹല്ലേലൂയ. അത് നമുക്ക് പിന്നെ പറയാം. സ്തോത്രം. അതെ, പൊക്രാനിൽ അണുബോംബ്, സ്തോത്രം, അതെ, പരീക്ഷണം നടത്തുന്നതിന് തലേ ദിവസം വാജ്പേയി പറയും, സ്തോത്രം, അതെ, എനിക്ക് രാജ്യത്തിന്റെ സുരക്ഷയായിരുന്നു വരുന്നത്. സംഘർഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അത്. ചില പ്രധാനപ്പെട്ട ഡിസിഷൻസ് നടക്കുമ്പോൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ, അത് A.B. വാജ്പേയി ആകട്ടെ, ഇന്ദിരാഗാന്ധി ആകട്ടെ, അതിന് തൊട്ട് മുമ്പ് ചില സംഘർഷമുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, പൊക്രാനിലെ ആറ്റം ബോംബിനേക്കാൾ, പാകിസ്ഥാനെ മേൽ ജയിച്ചതായ യുദ്ധത്തെക്കാൾ മാനവജാതിയുടെ വീണ്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ സംഘർഷം ദൈവപുത്രനാണ് യേശുവിന്റെ മേൽ കടന്നു വന്നു. ദൈവപൈതലേ, അഭിഷിക്തനെ, ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, വലിയ സംഘർഷത്തിലേക്ക് നീ മാറ്റപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ഏതോ വലിയ സക്സസിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് നിന്റെ മനസ്സ് കടന്ന് പിടയുമ്പോൾ, നിന്റെ പ്രാണൻ കടന്ന് പുഴുകുമ്പോൾ, വലിയ സംഘർഷത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ അതുവരെ ഇല്ലാത്ത ഏറ്റവും വലിയ സക്സസ് ഉണ്ട്. ആ സംഘർഷത്തിൽ, സ്തോത്രം, വിയർപ്പ്, കണ്ണുനീര്, രക്തം, കണ്ണുനീര്, വിയർപ്പ്, രക്തം ഒരുമിച്ച് കടന്നു വരികയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സയൻസിലെ ഡോക്ടേഴ്സ് പറയാം, ബ്രദർ, സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. Am I right? സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, ബ്രെയിൻ ഹെമറേജ് വരാൻ സാധ്യതയുണ്ട്. ഈ രോമത്തെക്കാൾ ഒത്തിരി തിന്നാണ് തലച്ചോറിലെ ഞരമ്പുകൾ, അത് പൊട്ടിച്ചെതറിയും അതേ ബ്രെയിൻ അറ്റാക്ക് വരാം, അല്ലെങ്കിൽ സ്തോത്രം, ബ്രെയിൻ സ്ട്രോക്ക്, അതെ, ബ്രെയിൻ അറ്റാക്ക് വരാം, ബ്രെയിൻ ഹെമറേജ് വരാം, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം. സ്തോത്രം. ഹാർട്ട് അറ്റാക്ക് വരും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി തേക്കത്തില്ല, ഹാർട്ട് അറ്റാക്കാണ്, അല്ലെങ്കിൽ സ്ട്രോക്കാണ്, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണ്. സ്തോത്രം. ഇതെൻ്റെ അവസാനമാണ്. ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, ഇതെൻ്റെ അവസാനമാണ്, ഈ പ്രശ്നം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഈ വെല്ലുവിളി ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, ഈ പ്രതിസന്ധി എൻ്റെ മുൻപിലെ ഏറ്റവും വലിയൊരു ഗോലിയാത്താണ്. എന്നാൽ സ്തോത്രം, ധൈര്യമായിരിക്കെ, യുദ്ധം നിന്റെതല്ല. നീ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ സുവിശേഷത്തിന്റെ ചാനലുമായി നിൽക്കുമ്പോൾ, ഇൻ ജീസസ് നെയിം, ഇതുവരെ നടത്തിയവനായ ദൈവം ജയവീരൻ, 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 ഇരുമ്പോടാമലുകളെ തകർക്കുന്നവൻ, താമരഭിത്തികളെ ഉടയ്ക്കുന്നവൻ നിനക്ക് മുൻപായി പുറപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. സ്വഗശമനെ, സ്തോത്രം, ഗതശമന എന്ന സ്തോത്രം. ആ പോയിന്റിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. എന്താ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത്? എൻ്റെ നോട്ടിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, സ്തോത്രം, അതെ, പ്രിമച്വർ ഡെത്ത്, ആയുസ് തികയാതെ അവൻ മരിക്കും, ആയുസ് തികയാതെ മരിക്കും. കാരണം സാഹചര്യം അതാണ്. കണ്ണുനീര്, വിയർപ്പ്, രക്തം, മൂന്നും ആ ബോഡിയിൽ നിന്ന് ഒരുപോലെ വരുമ്പോൾ ഒരു വശത്തവൻ പൂർണ്ണ ദൈവമെങ്കിലും മറുവശത്തവൻ പൂർണ്ണ മനുഷ്യനാണ്. എന്നാൽ കേൾക്ക്, ഇതാണ് ദൂത്. ആ പ്രിമച്വർ ഡെത്തിനെ ഗതശമനിയിൽ നിന്ന് കർത്താവ് ക്യാൻസൽ ചെയ്തു. ഗതശമനികൾ കർത്താവ് പ്രിമച്വർ ഡെത്തിനെ ക്യാൻസൽ ചെയ്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ നോക്കി നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ മരിച്ച ഒരു യേശുവിനെ അല്ല നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്.
സകലതും നിവർത്തിയായി എന്ന് നിവർത്തിയാക്കിയിട്ട് മരിച്ചുപോയ യേശുവിനെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പൂർത്തിയാക്കേണ്ടത് മുഴുവൻ പൂർത്തിയാക്കിയിട്ട് മാത്രമേ നിനക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ കഴിയത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അർത്ഥം, ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ ബാക്കിയുണ്ട് എങ്കിൽ, ഇൻ ജീസസ് നെയിം നിന്നെ സൂക്ഷിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ ആ വാഗ്ദത്തം തന്നെയാണ്. ഒരിക്കൽ കൂടെ, നിന്നെ സൂക്ഷിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ ആ വാഗ്ദത്തം ദൈവിക വാഗ്ദത്തം തന്നെയാണ്. കാരണം മോശയിലൂടെ ദൈവമായ കർത്താവ് പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് കരയുന്നവൻ എന്നല്ല. ഗദശമനികളിൽ ഒരു മലയുടെ ചുവട്ടിൽ കിടന്ന് കരയുന്നവനല്ല, പകരം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 12 മണിക്കൂർ ആകുമ്പോഴാണ് ഇവൻ മരത്തിന്മേൽ തൂക്കപ്പെടുന്നത്. ആ 12 മണിക്കൂർ അവന് ചെയ്ത് തീർപ്പാൻ, അവന് നിറവേറ്റാൻ പല പ്രവചനങ്ങളുണ്ട്. ഇൻ ജീസസ് നെയിം ചില മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ആരുടെ മേലോ വലിയ നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ മണിക്കൂറുകൾ കൊണ്ട് അവൻ പല കാര്യങ്ങളെ ചെയ്തു തീർത്തു. ആ ചെയ്യേണ്ടത് മുഴുവൻ അതേ മോശയെ കൊണ്ട് കഴിഞ്ഞില്ല, യെശയ്യാവിനെ കൊണ്ട് കഴിഞ്ഞില്ല, ദാനിയേലിനെ കൊണ്ട് കഴിഞ്ഞില്ല, വേറെ ആരെയും കൊണ്ട് കഴിഞ്ഞില്ല. അത് അവനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ദൂത്, നീ ചെയ്യേണ്ടത് വല്ലതും ആരും അല്ല ചെയ്യുന്നത്. നീ ചെയ്യേണ്ടത് ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ നിന്നിലൂടെ തന്നെ ദൈവം ചെയ്യുക. സോ അതിനു വേണ്ടി ഒരു ദൂതനെ ഇറക്കി അവനെ ബലപ്പെടുത്തി, ആ ദൂതനെ ഇറക്കി അവനെ ബലപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ ആ പ്രിമച്ചുർ ഡെത്തിനെ ഹല്ലേലൂയ കർത്താവ് ക്യാൻസൽ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി മരണപാശങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കേൾക്കുന്ന ആമേൻ പറഞ്ഞേ. യെസ്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ചൈൽഡ്ഹുഡിൽ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഹെരോദാവിൻ്റെ വാള് അവന് നേരെ ഓങ്ങിയതാണ്. ചൈൽഡ്ഹുഡ് ഡേഞ്ചറസ് ആയിരുന്നു. ദേവാലയത്തിൽ അഗ്രത്തിൽ കൊണ്ടുവന്ന് സാത്താൻ പറഞ്ഞതാണ്, താഴേക്ക് ചാട്. ടെംപ്റ്റേഷൻ ടൈം ഡേഞ്ചറസ് ആയിരുന്നു. സ്തോത്രം. നസ്രേത്തുകാർ, ഞാൻ തന്നെ മെശിഹ ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ 200 മീറ്റർ ഉയരമുള്ള ക്ലിഫിൽ നിന്ന് മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് തലകീഴായി തള്ളിയിടാൻ സ്വന്തം നാട്ടുകാർ ശ്രമിച്ചു. ശുശ്രൂഷ ആരംഭം ഡേഞ്ചറസ് ആയിരുന്നു. ത്രൂ ഔട്ട് മിനിസ്ട്രി ഒത്തിരി പേര് കല്ലുമായി നടന്നു, കല്ലെറിവാൻ. ത്രൂ ഔട്ട് മിനിസ്ട്രി ഡേഞ്ചറായിരുന്നു. സ്തോത്രം. കാറ്റടിച്ചു, തിരമാല പൊങ്ങി, യാത്രകൾ ഡേഞ്ചറായിരുന്നു. നാട്ടുരാജാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, യോഹന്നാന്റെ തല വെട്ടിയെങ്കിൽ യവന്റെ തല ഞാൻ വെട്ടും. സ്തോത്രം. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഡേഞ്ചറസ് ആയിരുന്നു. 3.5 വർഷത്തെ ശുശ്രൂഷ മോശയും ഏലിയാവും എലീശായും വേറെ ആര് ചെയ്തതിനേക്കാൾ ഏറ്റവും സക്സസ് ആയ അപ്പോസ്റ്റലായി, പ്രവാചകനായി, ഏറ്റവും സക്സസ് ആയി, ഇവാഞ്ചലിസ്റ്റായി. ടി.എൽ. ഓസ്ബോൺ അല്ല, കർത്താവ് യേശു. ഏറ്റവും വലിയ ഹീലിംഗ് മിനിസ്റ്റർ ഓർ റോബർട്ട്സ് അല്ല, യേശു. യെസ്, സ്തോത്രം. അവൻ കനാൻ നാട്ടിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുമ്പോൾ 3.5 വർഷക്കാലം വളരെ ഡേഞ്ചറസ് കാലയളവായിരുന്നു. മരണം പതിയിരുന്നതായ 3.5 വർഷക്കാലം. വളവുകളിൽ, തിരിവുകളിൽ മരണം പതുങ്ങിയിരുന്ന മരണം അതേ പതുങ്ങിയിരുന്ന മരണത്തിൻ്റെ ദൂതന്മാർ ഒളിച്ചിരുന്ന്, ഇവൻ ക്രൂശിൽ കയറിയാൽ ഞങ്ങളുടെ തല തകരും, അവൻ ക്രൂശിൽ കയറിയാൽ പാതാള ഗോപുരം ചിതറും. അതുകൊണ്ട് അവനെ ക്രൂശിൽ കയറാതെ ഇവനെ നേരത്തെ ഒതുക്കുവാൻ ശത്രു ഒത്തിരി ശ്രമിച്ചെങ്കിലും ദൈവം മറക്കേണ്ടടുത്ത് അവനെ മറച്ചെങ്കിൽ ആ കർത്താവ് നിനക്ക് അനുകൂലസ്ഥനായി ഇന്ന് രാത്രി പുറപ്പെട്ടിരിക്കുന്നു. നിന്നെ മറക്കേണ്ട ഇടത്തവൻ മറയ്ക്കും, ഒളിപ്പിക്കേണ്ട ഇടത്തവൻ ഒളിപ്പിക്കുക. അതുകൊണ്ട് സ്തോത്രം. എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ ദൈവം പുതിയൊരു തുടക്കമാക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കമാൺ, ഇത് യൂട്യൂബിലുണ്ട്, ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് ബലപ്പെടാൻ. എല്ലാം തീർന്നെന്ന് തോന്നുമ്പോൾ ഇതുവരെ പ്രതീക്ഷിച്ചില്ലാത്ത പുതിയൊരു തുടക്കം നിന്നിലൂടെ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർന്നു എന്ന് പറയുന്ന നേരം നിന്റെ പ്രാർത്ഥനാ നേരമാകട്ടെ. രാത്രി നേരം പ്രാർത്ഥനാ നേരം, ഒറ്റപ്പെട്ട നേരം പ്രാർത്ഥനാ നേരം, പരീക്ഷയുടെ നേരം പ്രാർത്ഥനാ നേരം. അതെ, നിന്റെ ഹിതം, പരാജയപ്പെട്ട ദൈവഹിതം നിന്നിൽ വെളിപ്പെടുവാൻ അതെ പ്രാർത്ഥനാ നേരം. അതെ, എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ അതെ ചിന്തിക്കുമ്പോൾ അത് പ്രാർത്ഥനാ നേരം ആകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ചതിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ.
while you are betraying, മറ്റുള്ളവർ നിന്നെ തള്ളിക്കളയുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അവർ സാധാ ജനമല്ല, നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവരാണ്. കാരണം ദൈവം എന്നിലും നിന്നിലും നന്മ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വായിലെങ്കിലും അത് കയ്യിലെങ്കിൽ. യേശു കർത്താവിനെ നോക്കി 1 പത്രോസ് 2 അതിൻ്റെ അവസാന വാക്യങ്ങൾ പത്രോസ് പറയുന്നു, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നു. എന്തൊരു ശാന്തത! ഹല്ലേലൂയ! തിരുവനന്തപുരംകാർ കേൾക്കണം. നിന്റെ ഹൃദയത്തിൽ മറ്റൊന്ന് വച്ച് വായിൽ മറ്റൊന്ന് ഒഴുക്കല്ലേ. കമാൺ, ഹൃദയത്തിൽ വേറൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് വായിൽ എടുക്കല്ലേ. നാടകമല്ല. ദൈവം നിന്റെ വായല്ല നോക്കുന്നത്, ദൈവം നിന്റെ വക്രതയുള്ള ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെ വായു സംസാരിക്കട്ടെ. ഹൃദയം നിറഞ്ഞു കവിയുന്ന വായു സംസാരിക്കട്ടെ. ഹൃദയത്തിൽ ഉവെങ്കിൽ അധരത്തിൽ ഉവായിരിക്കട്ടെ. ഹൃദയത്തിൽ ഇല്ലെങ്കിൽ സ്തോത്രം അധരത്തിലും ഇല്ല എന്നായിരിക്കട്ടെ. യേശു കർത്താവ് ഉവ എന്നായിരുന്നു. യേശു കർത്താവ് ഇല്ലെങ്കിൽ ഇല്ല എന്നായിരുന്നു. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ അവൻ്റെ വായിൽ ഹൃദയത്തിൽ മറ്റൊന്ന് വെച്ചിട്ട് അധരത്തിൽ മറ്റൊന്ന് ആകാത്തത് കൊണ്ട് അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. ഇന്ന് ഫാസ്റ്റിംഗ് പ്രേയർ കഴിഞ്ഞിട്ട് താഴെ കാർ പാർക്കിങ്ങിൽ വെച്ചൊരു കുട്ടി ഓടി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ദേവദാസിനെ, നിങ്ങൾക്കെതിരെ വേറൊരാളിനോട് എനിക്ക് കുറ്റം പറയാൻ വന്നു, അതുകൊണ്ട് ദയവായി ക്ഷമിച്ചാട്ടെ. പാവം, അവൾ നല്ലൊരു കൊച്ചായത് കൊണ്ടാണ് വന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരെ കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. തള്ളിക്കളയുന്ന ലോകം, കൂടെ നിന്ന് ചതിക്കുന്ന ലോകം. യു കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ. ജനത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. യേശു കർത്താവിനും അറിയാമായിരുന്നു ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ജനമല്ല. ഇവരെല്ലാം അപ്പം തിന്ന് ഹോശന്ന പാടി അത്ഭുതം കണ്ട് നടക്കുകയാണ്. അപ്പം തിന്ന് ഹോശന്ന പാടി അത്ഭുതം കണ്ട് നന്മ അനുഭവിച്ച് നടക്കുകയാണ്. പക്ഷേ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒറ്റയാണോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെല്ലാം എന്നെ കൈവിടും. യോഹന്നാൻ 8:29, നിങ്ങളെല്ലാം എന്നെ കൈവിടും. നോക്ക്, നിങ്ങൾ എന്നെ കൈവിടും. സ്തോത്രം. യോഹന്നാൻ 10 കർത്താവ് പറഞ്ഞു, 10:31, എങ്കിലും എൻ്റെ പിതാവ് എന്നെ ഏകനായി വിടുകയില്ല. സ്തോത്രം. അപ്പം തിന്ന അത്ഭുതം കണ്ട ഹോശന്ന പാടിയ ജനം കൈവിട്ടു. അവസാനം പത്രോസ് വന്നിട്ട് പറഞ്ഞു, നോ, ഐ ലവ് യു. വേറെ ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. സ്തോത്രം. വേറെ ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിനക്ക് വേണ്ടി തന്നെ ചാകും. നമ്മൾ ഒരു കുഴിയിൽ ചാകും, നമ്മൾ ഒരു പ്ലേറ്റിൽ കഴിക്കും എന്നാരാണോ പറയുന്നത്, അവന് 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം തള്ളിപ്പറയണം. അവന് 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യമല്ല തള്ളിപ്പറഞ്ഞ് എന്നിട്ട് പ്രാകാൻ തുടങ്ങി. യേശുവിനെ പ്രാകാൻ തുടങ്ങി. തിരുവചനം പറയുന്നു, പ്രാകാൻ തുടങ്ങി. സ്തോത്രം. ഏറ്റവും കൂടുതൽ കുനിയുമ്പോൾ മനസ്സിലാക്കണം, അവരായിരിക്കും ആദ്യം കാല് വരാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ബിട്രായൽ. മറ്റുള്ളവർ ആരൊക്കെ നിന്നെ തള്ളി എന്ന് പറയുമ്പോൾ അത് നിന്റെ പ്രാർത്ഥനാ നേരം. മറ്റുള്ളവർ നിനക്ക് നേരെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ നേരം. മറ്റുള്ളവർ നിനക്കെതിരെ സംസാരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥനാ നേരം. മറ്റുള്ളവർ മറ്റുള്ളവരുമായി നിനക്കെതിരെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥനാ നേരം. മറ്റുള്ളവർ എൻ്റെ ഫോണിൽ നിന്നെ ഒതുക്കേണ്ട പരിപാടി എൻ്റെ ഫോണിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ കമാൻ വാട്ട് യു ടോക്കിംഗ് അബൌട്ട്? എൻ്റെ അപ്പച്ചൻ കല്ലറയിൽ ഒതുങ്ങില്ലടാ, പിന്നെയാ. ഹല്ലേലൂയ. പ്രാർത്ഥനാ നേരം. ഹല്ലേലൂയ. സോ പത്രോസ് യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. അവസാനം ഖജാഞ്ചി ഉണ്ടായിരുന്നു. ഖജാഞ്ചി, സ്തോത്രം. പൈസ കൊണ്ട് കിടന്ന ഖജാഞ്ചി അവനും തള്ളി പറഞ്ഞു. മത്തായി സുവിശേഷം 26 സ്തോത്രം 46 23-46. മത്തായി 26 23 വാക്യം. മത്തായി 26 23 then followed by 46. 26 23 അവന് ഉത്തരം പറഞ്ഞത്, എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുക. എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. സ്തോത്രം. അവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുക. മീനിങ് നിന്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് നിന്നെ മുറിവേൽപ്പിക്കുന്നതെങ്കിൽ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ ആ മുറിവിൻ്റെ ആഴം വലുതായിരിക്കും. എന്തൊരു ശാന്തത! ഞാൻ വചനമാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, സ്തോത്രം, കാണിച്ചു കൊടുക്കുന്നതിന് എൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് ഏറ്റവും ആഴത്തിൽ മുറിവുണ്ടാക്കുന്നത്. 46 വാക്യം. 26 എഴുന്നേൽപ്പിൻ നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു.
ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു. സ്തോത്ര ഗത്ശമനയിൽ വെച്ചാ പറയുന്നത്, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ എന്നെ അടുത്തിരിക്കുന്നു. നിന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവൻ, നിന്നിൽ നിന്ന് അവസരം ലഭിച്ചവൻ, നിന്നിൽ നിന്ന് പൈസ ലഭിച്ചവൻ, നിന്നിൽ നിന്ന് സാധനം ലഭിച്ചവൻ, നിന്നിൽ നിന്ന് എന്തൊക്കെയോ അനുഭവിച്ചവർ നിന്നെ ബിട്രേ ചെയ്തു, നിന്നെ തള്ളിക്കളഞ്ഞു, നിന്നെ ചതിച്ചു എന്നറിയുമ്പോൾ സൈഡിൽ നോക്കി കരയല്ലേ മക്കളെ. അയ്യോ ഞാൻ മാത്രം എങ്ങനെയെന്ന് പറഞ്ഞ താടിക്ക് കൈ കൊടുക്കല്ല. പകരം കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തോട് പറ, യഹോവ തിസ്കുനോ, നീതിയുള്ള ന്യായാധിപതിയെ അവിടുന്ന് വിധിക്കണമേ. ഹല്ലേലൂയ. മറ്റുള്ളവർ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, സ്തോത്രം, മറ്റുള്ളവർ നിനക്കെതിരെ അതേ കുതികാൽ വെട്ടുമ്പോൾ, ഇറ്റ്സ് എ ടൈം ഓഫ് പ്രയർ, ബിട്രയൽ ടൈം. മറ്റുള്ളവർ സ്തോത്രം ചതിക്കുമ്പോൾ, മറ്റുള്ളവർ സ്തോത്രം സംസാരിക്കുമ്പോൾ അത് പ്രാർത്ഥനാ നേരം. രാത്രിയിൽ പ്രാർത്ഥിക്കുക, ഒറ്റപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക, ടെംപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക. സ്തോത്രം, അതേ ദൈവഹിതം വെളിപ്പെടാനായി പ്രാർത്ഥിക്കുക. എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞു ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ തള്ളിക്കളയുന്ന സമയത്ത്, ചതിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഒടുവിലായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ബൈബിൾ സ്റ്റഡിയിൽ എല്ലാം വിട്ടുകളയാം. എന്തോ ഇത് ചെയ്തിട്ട് എന്തോ ഫലം, ഇത് ചെയ്തിട്ടുണ്ടോ ഫലം, വിശ്വസിക്കാൻ വയ്യാത്ത ജനം എന്തോ ചെയ്യുന്നേ, ഇത് എല്ലാം വിട്ടുകളയാം എന്ന്, എല്ലാം വൈൻഡപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ടെംപ്റ്റഡ് ടു ഗീവ് അപ്പ്, എല്ലാം വിട്ടുകളയാം എന്ന് ചിന്തിക്കുമ്പോൾ, ടെംപ്റ്റഡ് ടു ഗീവ് അപ്പ്, എല്ലാം വിട്ടുകളയാം എന്ന് ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാടെ. കാരണം അതാണിരുന്നു ആ പ്രാർത്ഥനയുടെ ഒരു 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 ചെറിയ ശബ്ദം. സ്തോത്രം, അതെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന്, യെസ്, അതാണ് സ്തോത്രം, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. എന്തിനാ? നോക്കിയേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എനിക്കൊന്നും കിട്ടാനില്ല. ആ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കെന്തോ ബെനിഫിറ്റ് ഉള്ളത്? എനിക്കൊരു ബെനിഫിറ്റുമില്ല. ഇതെല്ലാം ചതിക്കുന്ന ജനമാണ്, ഇതെല്ലാം തള്ളുന്ന ജനമാണ്, അവസരവാദികളാണ്. അവസരം കിട്ടുമ്പോൾ സ്തോത്രം, ലെറ്റ് മീ ഗേവ് അപ്പ്. പക്ഷേ പെട്ടെന്നാണ് റിയലൈസ് ചെയ്തത്. സ്തോത്രം, പെട്ടെന്നാണ് റിയലൈസ് ചെയ്തത്, ഇത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പോക്കറ്റ് ഒഴിഞ്ഞതായിരിക്കാം, കേക്ക് ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നതായിരിക്കാം, എൻ്റെ ബോഡി ഇനി മുറിയാൻ ഒരു സ്ഥലമില്ലാതെ മുറിഞ്ഞതായിരിക്കാം, ഒരു തുള്ളി രക്തം പോലും, ഒരു ചൊട്ട് രക്തം പോലും ഇല്ലാതെ എല്ലാം ഒഴുകുന്നതായിരിക്കാം. പക്ഷേ ഈ ജനത്തെ വിടിവിപ്പാൻ, ഈ ജനത്തെ രക്ഷിപ്പാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ക്രമത്തിൽ അവൻ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഡോണ്ട് ലുക്ക് അറ്റ് പീപ്പിൾ. അവസാനമായി ഞാൻ പറയട്ടെ, മനുഷ്യനെ നോക്കല്ല്. പറയുന്ന ഞാനാകട്ടെ, യു കനോട്ട് ഡിപ്പെൻഡ് ഓൺ മീ. നിങ്ങൾക്കൊരിക്കലും എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചില്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. എനിക്ക് ദൈവം നിങ്ങളെ കരുതുന്നതിൻ്റെ കോടിയുടെ ഒരംശം പോലും കരുതാൻ പറ്റത്തില്ല. പക്ഷെ ഒരു തമ്പുരാനുണ്ട്. അവൻ നിന്നെ തള്ളിക്കളയാത്തവനാണ്, അവൻ നിന്നെ ഉപേക്ഷിക്കാത്തവനാണ്, അവൻ നിന്നെ മറക്കാത്തവനാണ്, അവൻ നിന്നെ തള്ളിക്കളയാത്തവനാണ്, നിന്നെ ഉപേക്ഷിക്കാത്തവനാണ്. ആ ദൈവത്തിന് വേണ്ടി നിന്നേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, വേറൊരു ഓപ്ഷൻ ഇല്ല. പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. എല്ലാം തള്ളിക്കളയാം, എല്ലാം മതി എന്ന് പറഞ്ഞാൽ തള്ളുന്നതായ നേരത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്തിന് ജീവിതം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം അവസാനിപ്പിച്ചിട്ട് എങ്ങോട്ടേലും ഓടിപ്പോകാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം തീർന്നിട്ട് മതി, എങ്ങോട്ടെങ്കിലും തിരിയാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഓടിയാട്ടെ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കഴുതയും കോവർ കഴുതയും, ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെയാകല്. ഒരിക്കൽ കൂടെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതിയും പോലെയാകല്ല. പകരം നിങ്ങളൊരു യുദ്ധ കുതിരയാണ്. നിങ്ങളുടെ പുറത്തൊരു രാജാവുണ്ട്. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയല്ല, കോവർ കഴുതിയല്ല. നിന്റെ മേലൊരു രാജാവ് ഇരിപ്പുണ്ട്. ശത്രുവിൻ്റെ പാളയങ്ങളെ തകർത്തിടുവാൻ, പിടിക്കപ്പെട്ടില്ലാത്ത ടെറിട്ടറികളെ പിടിച്ചെടുക്കുവാൻ ഒരു യുദ്ധ കുതിരയ്ക്ക് സമാനമായി ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവ് ആരെയോ നയിക്കുകയാണ്. ഹല്ലേലൂയ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തോത്രം. അത് ജയമോ ദൈവത്തിൻ്റെ കരത്തിലുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. അതെ, ദൈവഹിത പ്രകാരം മുന്നോട്ട് പോയാട്ടെ. കാര്യം എന്ത്? പുറത്തെ ഗതശമനിയാണ് പുറത്തെങ്കിലും, പുറത്ത് ഉടയുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും, പുറത്തെ ഗതശമനിയിൽ ഉടയുന്നെങ്കിലും എഴുന്നേറ്റുന്നേ. പുറത്ത് ഗതശമനിയിൽ ഒലിവിൻ കായ്കൾ ഉടയുന്നെങ്കിലും അകത്തൊരു ജ്വലനമുണ്ട്.
പുറത്തൊരു ഉടയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അകത്തൊരു ജ്വലനമുണ്ട്. പുറത്ത് ഉടയുന്നവർക്ക് മാത്രമേ അകത്ത് ജ്വലിക്കുവാൻ കഴിയത്തുള്ളൂ. എത്ര പേർമ കേട്ടു? നോക്കി പുറത്ത് ഉടയുന്നവർക്ക് മാത്രമേ അകത്ത് ജ്വലിക്കുവാൻ കഴിയത്തുള്ളൂ. ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ തുറന്ന് എൻ്റെ കരങ്ങളെ ഉയർത്തിയാണ്ട്. യെസ്, ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാണ്ട്. യെസ്, അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബാലൻസ് ആയിട്ടുള്ള അനുഭവം അതാണ്. പുറപ്പാട് പുസ്തകം 27:20, പുറപ്പാട് 27:20 ആ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വായിച്ചാടെ. Exodus chapter 27:20 ശബ്ദം ഉയർത്തി വായിക്കുക. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് എന്തോ എണ്ണ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുക. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുക. എന്തിനാ? മിനോറ അഥവാ കതിരവിളക്ക്. 7 നാളങ്ങളുണ്ട്. ആ 7 നാളങ്ങൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ആൻഡ് യു ഷാൽ കമാൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ bring you pure oil beaten for the lighter cause the lamp to burn always. ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നു ആൾവേസ് എന്നതിന് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, തലമുറയായി ജ്വലിക്കണം. ഹേ മാതാവേ, പിതാവേ, സഹോദരിയെ, തലമുറയായി നിന്റെ വീട്ടിലൊരു ജ്വലനമുണ്ട്. നിന്റെ മക്കൾ ജ്വലിക്കും, നിന്റെ കൊച്ചുമക്കൾ ജ്വലിക്കും. തലമുറയായി നിങ്ങൾക്കൊരു ജ്വലനമുണ്ട്. തലമുറയായി അണഞ്ഞിരിക്കുമെന്നല്ല, പുകയുമെന്നല്ല, പകരം ദൈവകൃപയാൽ ജ്വലിക്കുക. അപ്പൊ മനസ്സിലാക്കുക, ഈ ദിവസങ്ങളിൽ നീ ഒടയുന്നതിന്റെ അർത്ഥം സ്തോത്രം. അതെ, വരുന്ന തലമുറ നീ കണ്ടിട്ടില്ലാത്ത വലിയൊരു ജ്വലനത്തിനായി ദൈവകൃപയാൽ നിൽക്കുക. ലേവ്യ പുസ്തകം 24:2 അങ്ങനെ തന്നെ പറയുന്നു. ലേവ്യ പുസ്തകം 24, ഐ തിങ്ക് ഇറ്റ് ഈസ് 2. സ്തോത്രം. ലേവ്യ പുസ്തകം 24 നോക്കി. ദീപങ്ങൾ, 2-ാം വാക്യം, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. ഒരു ദീപമല്ല, ദീപങ്ങൾ. വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാം ജ്വലിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാം ജ്വലിക്കട്ടെ. ആ വിളക്കിന്മേലിരിക്കുന്ന പ്രാണികൾ, ചിലന്തികൾ, പാറ്റകൾ, ഈച്ചകൾ, കൊതുകുകൾ, സകലതും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ജ്വലിക്കുന്ന തീയുടെ ചൂടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഓടിപ്പോകട്ടെ.